മൺസൂൺ വോയേജസ് ആൻഡ് ഇന്ത്യൻ ഓഷൻ ഹിസ്റ്ററി 1890 അല്ലെങ്കിൽ 850 മുതൽ 1937 വരെയുള്ള 1937 വരെയുള്ളൊരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ അറബികൾ കാര്യമായിട്ട് ഇന്ത്യൻ ഓഷ്യയിൽ നടന്നിട്ടുള്ള അറബികളുടെ ഇത്തരം ട്രേഡ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് കാര്യമായിട്ട് ഈ പുസ്തകം ചർച്ച ചെയ്യണത്. അതിൽ എന്തുകൊണ്ട് ഫഹദ് ബിഷാറ എന്നുള്ള വ്യക്തി ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അത് വെറും ഒരു സ്റ്റുഡൻറ്റ് നിൽക്കൽ മാത്രമല്ല, അത് കൂടുതൽ എന്താ പറയുക ഒരു ആസ് ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് നിൽക്കാണ് ഫഹദ് ബിഷാറിൽ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ പഠിക്കാനും അറിയാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായിരുന്നു എ സി ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, അത് അറബിയിലേക്ക് ബഹറുമിന ദുയൂൻ എന്ന് പറഞ്ഞിട്ട് കുവൈത്തി ഗവൺമെൻറ് അത് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള എങ്സെങ് ഹോ അദ്ദേഹത്തിൻ്റെ PhD സൂപ്പർവൈസറായിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ PhDയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മുഴുവനല്ല. അപ്പോൾ കാരണം അതും ഈ ഒരു പുസ്തകവുമായിട്ട് ഏറെക്കുറെ ചെറിയൊരു ബന്ധം ഉണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം ഇതേ സെയിം ഏരിയയിൽ പക്ഷേ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യയിൽ അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതേ സെയിം കാലഘട്ടത്തിൽ തന്നെ 958 വരെയുള്ള, അതായത് 870 മുതൽ 958 വരെയുള്ള കാലഘട്ടത്തിൽ അന്നത്തെ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യയിലെ അതുപോലെ തന്നെ എക്കോണമിക് ലൈഫ് എങ്ങനെയായിരുന്നു എന്നതിനെ കൂടുതൽ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ സി ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. അത് 2017 പബ്ലിഷ് ആയിട്ടുള്ളത്. അത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്സിലൂടെ പബ്ലിഷ് ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് കടലിലൂടെ ഉണ്ടായിട്ടുള്ള കടങ്ങൾ, എങ്ങനെയാണ് അവിടെ ജനങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിരുന്നതെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. സ്വാഭാവികം നമ്മൾ വിചാരിക്കും സി ഓഫ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത്. അതായത് ഇപ്പം ഈ സെയിം സമയത്ത് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി, ഈ കടലിലൂടെ ഇവർ ഇത്തരം ചരക്കുകളൊക്കെ പരസ്പരം അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില സമയത്ത് ഈ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സമ്മർ സീസൺ അനുസരിച്ച് ഇതെന്ത് ചെയ്യാൻ സാധ്യമില്ല, ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന നാട്ടിലേക്ക് എത്താൻ സാധ്യമില്ല. പക്ഷെ ആ നാട്ടിൽ നിന്ന് അതേ സമയത്ത് തിരിച്ചു വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് കടമായിട്ട് എടുക്കുകയും അത് തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ അവർ ആ കാലത്ത് കാര്യമായിട്ട് ഇന്ത്യൻ ഓഷ്യയിൽ ബോംബെ അതുപോലെ തന്നെ ബസറ എന്ന പോലത്തെ ഈ ഒരു ഏരിയ, അതുപോലെ തന്നെ കാര്യമായിട്ട് കുവൈത്ത്, ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇത്തരം പോർട്ട് സിറ്റി ആയിട്ട് അല്ലെങ്കിൽ ട്രേഡ് സിറ്റി ആയിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടേക്ക് കൊണ്ടുപോയി അവിടെ കച്ചവടം നടത്തുന്നതിനൊരു ലാഭം അത് തിരിച്ച് അടുത്തൊരു സീസണിൽ അവർ തിരിച്ചു പോകുമ്പോൾ ഇവർക്ക് കൈമാറുന്നു. അപ്പം അവിടെ തന്നെ ഈ കടൽ വെച്ച് തന്നെയാണ് ഇത്തരം ഈ ഡെപ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പേര് തന്നെ പുസ്തകത്തിനിടാനും കാരണം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു PhD ഒരു സ്റ്റുഡൻറ്റ് ഇതേപോലെ തന്നെ എ സി ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു PhD ഒരു വർക്ക് ഈ അടുത്ത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്സിൻ്റെ കീഴിൽ അത് പബ്ലിഷ് ആയിട്ടുണ്ട്. മറ്റേ സുബൈർ ബുക്ക് ടോക്ക് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ കുവൈത്തിലുണ്ടായിരുന്ന ഒരു പറ്റം നാഹുദ എന്ന് പറഞ്ഞ കപ്പിത്താന്മാർ അവർ ഇന്ത്യൻ ഓഷ്യയിൽ നടത്തിയിട്ടുള്ള അവരുടെ മൂവിനെ കുറിച്ചിട്ടാണ് കാര്യമായിട്ട് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. അതിൽ കാര്യമായിട്ട് 910 ചില സമയത്തൊക്കെ കാലിക്കറ്റിലും ബോംബെയിലൊക്കെ സ്ഥിരതാമസക്കാരനായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് സാലിം സുദൈറാവി, അതുപോലെ തന്നെ മുഹമ്മദ് ഫൈലക്കാവിനെ പോലത്തെ അതുപോലെ തന്നെ സൊക്കർ എന്നൊരു ഫാമിലിയാണ്. അപ്പം ഈ മൂന്ന് കുടുംബങ്ങൾ പരസ്പരം ഇത്തരം നേരത്തെ പറഞ്ഞ പോലെ ടിമ്പറും ലംബർ, കോഫി, ടാമറിൻസ് പോലത്തെ ഇന്ത്യൻ സ്പെഷീസൊക്കെ പരസ്പരം കൈമാറി ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം കമ്മ്യൂണിറ്റിയാണ്. ബോംബെയിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോഴും അന്നത്തെ കുവൈത്തി മെർച്ചൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഇവരുടെ വീടുകളും ഇവരിൽ ചില കുടുംബാംഗങ്ങൾ മരണപ്പെട്ട് കിടക്കുന്ന ഖബറുകളൊക്കെ ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കും. ബോംബെയിൽ ഏകദേശം ഒരു 8-9 മാസത്തോളം ഈ PhD ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ താമസിച്ച ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ ഈ ഓദർ ഫഹദ് ബിഷാറ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ നേരെ പറഞ്ഞല്ലോ, ഈ പുസ്തകം കാര്യമായിട്ട് 11 ചാപ്റ്ററാണ് ഉൾക്കൊള്ളുന്നത്. 2 ടൈപ്പ് മൂവാണ് ഈ ഒരു പുസ്തകത്തെ കാര്യമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. ഒന്ന് കുവൈത്തിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യ, ഹുർമുസ്, സാൻസിബാർ,
അതുപോലെ ബോംബെ, കറാച്ചി, ബോംബെ, അങ്ങനെ മലബാർ, പിന്നെ മലബാർ എന്നത് ഒമാനിലൂടെ അങ്ങനെ കുവൈത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു യാത്രയും, അതേസമയത്ത് മലബാറിൽ നിന്ന് ഇതേ സെയിം റൂട്ടിലൂടെ മലബാറിൽ ടു ബോംബെ, പിന്നെ കറാച്ചി, ഒമാൻ, കുവൈത്ത്, അങ്ങനെ തിരിച്ചു പോകുന്ന 2 ടൈപ്പ് യാത്രകളാണ് കാര്യമായിട്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികം ഓരോ ചാപ്റ്ററിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളും വ്യത്യസ്തമായ വ്യക്തികളൊക്കെയാണ് കാര്യമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 6-7 ചാപ്റ്റർ കാര്യമായിട്ട് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കുന്ന ബോംബെ, മലബാറാണ് കാര്യമായിട്ട് അദ്ദേഹം ചാപ്റ്റർ വെച്ച് സംസാരിക്കുന്നത്. ഈ ഒരു പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത, അദ്ദേഹം വെറും മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ട് വെറും ഇപ്പോൾ ഉദാഹരണം സെബാസ്റ്റ്യൻ പ്രാഗ് പോലത്തെ അല്ലെങ്കിൽ വില്യം ഡെറിബിളിനെ പോലത്തെ ഹിസ്റ്റോറിയൻസ് അവരോട് പുസ്തകത്തിൽ സംസാരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു കൊട്ടേഷൻ വെച്ചിട്ടുള്ള പുസ്തകമല്ല ഇത്. നേരെ മറിച്ച് ഇത്തരം ഈ പറഞ്ഞ ഫൈലക്കാവി, സുദൈറാവി, അതുപോലെ തന്നെ യൂസഫ് സക്കറിനെ പോലത്തെ ഇത്തരം ഫാമിലികൾ അവരുടെ ഈ വ്യക്തികളൊക്കെ ആ കാലത്ത് നടത്തിയിട്ടുള്ള അവരുടെ ചരക്ക് ഇത്തരം മൂവ്മെൻറ്റുകളെ കുറിച്ച് അവർ രേഖപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഇത്തരം ചരക്ക് വ്യാപാരമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എന്താ പറയുക ഇത്തരം കച്ചവടത്തിൻ്റെ ലിസ്റ്റുകളും അവർ യാത്ര ചെയ്തിട്ടുള്ള അന്ന് അവർ പരസ്പരം കൈമാറിയിട്ടുണ്ടായിരുന്ന ലെറ്ററുകളും ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ചാപ്റ്ററുകളിലും ആദ്യം എന്താണ് ആ സംഭവം എന്ന് പറയുകയും പിന്നീട് ഇപ്പോൾ ഉദാഹരണം കുവൈത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ അതേ സെയിം ചാപ്റ്ററിൽ തന്നെ കൺവെർസേഷൻ അല്ലെങ്കിൽ ലെറ്റേഴ്സ് എന്നൊരു ചാപ്റ്റർ കൊടുത്തിട്ട് ഈ ലെറ്റേഴ്സ് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അവിടെ എഴുതുന്നത്. കാരണം ഈ ലെറ്റേഴ്സിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതിൻ്റെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ബീഅത്തും അതിൻ്റെ ഒരു കൾച്ചറും ആ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഓരോ ചാപ്റ്റർ എഴുതുന്നത്. ഞാനിത് എഴുതിയ സമയത്ത് തന്നെ വായിച്ച സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു വെറും പൊതുവെ നമ്മളെല്ലാവരും ഒരു ബുക്ക് ഡിസ്കഷനിൽ ബുക്ക് ടോക്ക് നടത്തുന്ന സമയത്ത് പൊതുവെ നമ്മൾ ഓദർ എന്ത് ചെയ്യും ഒന്ന് വെറും പ്രശംസിക്കുക എന്നുള്ളതിന് പുറമെ ആസ് എ റീഡർ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യില്ല അതിലെന്ത് നമുക്കെന്ത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് അധികം തുറന്ന് പറയാൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവിക ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറും ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി സ്റ്റുഡൻസ് മാത്രം വായിക്കുക എന്നുള്ളതല്ല, അതൊരു നോവൽ വായിക്കുന്ന ലാഘവത്തോടെ ഈ പുസ്തകം വായിക്കണം എന്നൊരു തീരുമാനത്തിലൂടെ അദ്ദേഹം പല ചാപ്റ്റർ തുടങ്ങുമ്പോഴും ആ ഒരു ലെവലിലേക്കാണ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോവൽ വായിക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ചിലപ്പോൾ കപ്പലിൽ നിന്ന് കടലിലെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സന്ദർഭമൊക്കെ വിവരിക്കുമല്ലോ എന്ന പോലെ വിവരിച്ചിട്ടാണ് അദ്ദേഹം ഓരോ ചാപ്റ്ററും തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് വായനക്കാരന് കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടും കൂടിയാണ്. നേരെ മറിച്ച് പക്ഷേ ഈ പുസ്തകത്തിൽ ഈ ചാപ്റ്റർ ബേസ് നമ്മൾ വായിച്ചു പോകുമ്പോൾ മലബാർ എത്തിയാൽ പിന്നെ അതിന് ശേഷമുള്ള ഒമാനിനെ കുറിച്ചും പിന്നെ അതിൽ ചെറിയതായിട്ട് ബഹ്റൈനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ആവശ്യമില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അത് വെറുതെ അവരുടെ കാരണം മറ്റുള്ള ചാപ്റ്ററുകളിലൊക്കെ കുവൈത്തും കറാച്ചി, ബോംബെ, മലബാറിലൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെ കൃത്യമായിട്ട് അവർ റെഗുലർലി അവിടെ താമസിച്ച് ജീവിച്ച് ജനങ്ങളുമായിട്ട് ഇടപെട്ട് നിന്ന ആളുകളാണ്, ജീവിച്ചവരാണ്. മറ്റുള്ള നാടുകൾ അവർ അവരുടെ യാത്രകളുടെ ഇടയിൽ അവർ ഒരു സീസണിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ താമസിക്കുക എന്ന് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് അവിടെ കൊടുക്കണമെന്ന് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അത് വെറുതെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് കൂട്ടണം എന്നില്ല എന്നൊക്കെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രശംസ ആയിട്ടുള്ള ഒരു സെഷൻ മാത്രമായിട്ടാണ് നമ്മൾ അത്രയൊരു വേദിയെ കാണാറ്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം മൊയ്മലയമ്മ അവിടെ പറഞ്ഞു കാര്യമായിട്ട് ഈ പറഞ്ഞ കുവൈത്തുകൾ ബോംബെയിൽ കാര്യമായിട്ട് അവർ വന്നത് പേൾ മൈനിങ് അല്ലെങ്കിൽ പേൾ കാര്യമായിട്ട് സൂക്ഷിച്ചത് കച്ചവടം നടത്താനായിരുന്നു. 910 അല്ലെങ്കിൽ 905 മുതൽ 913 വരെ കാര്യമായിട്ട് അവർ ബോംബെയിൽ പേൾ കാര്യമായിട്ട് അവർ കച്ചവടത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് നമ്മളെ കാര്യമായിട്ട് മറ്റു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാര്യമായിട്ട് ആ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. ടാക്സ് അടക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അവരവിടുന്ന് ഒഴിഞ്ഞു മാറാണ്ടായിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ
എന്നാൽ ഈ ഒരു പേൾ എന്നുള്ള വിഷയത്തിൽ ഉണ്ടായ സമയത്ത് അതേ സമയത്ത് മലബാറിൽ നിന്ന് അവർ കുറച്ച് ബ്രോക്കർമാരെ സംഘടിപ്പിക്കുകയും അങ്ങനെ ഇവിടെ നിന്ന് ലംബറും ടിമ്പറും കോഫി ടാമറിൻസ് കുവൈത്തുകൾ കാര്യമായിട്ട് നമ്മളെ ഈ ഇന്ത്യൻ അല്ലെങ്കിൽ മലബാർ ടാമറിൻസിനെ കുറിച്ച് പറയാറ് ഇസ്ബാർ എന്നാണ്. നമ്മുടെ കറക്റ്റ് പുളി അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കാര്യമായിട്ട് മീൻ കറിയിലേക്ക് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, കുവൈത്തുകൾക്ക് പൊതുവെ നമ്മുടെ ചില സ്പെഷീസൊക്കെ ചില കറികളിൽ കൂട്ടും ചില സ്പെഷീസൊക്കെ വളരെ മറ്റുള്ള അറബികളെക്കാൾ കൂടുതൽ ഇഷ്ടമാണ്. അതിന് അവർ കൂടുതൽ ഇവിടെ മലബാറിൽ സജീവമായതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് യൂസുഫ് സഖർ എന്ന് പറയുന്നൊരു വ്യക്തി. കാരണം മലബാർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ 7ാമത്തെ ചാപ്റ്ററിൽ കാര്യമായിട്ട് അയാൾ ഫോക്കസ് ചെയ്യണത് യൂസുഫ് സഖർ എന്ന് പറയുന്നൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. അത് പറഞ്ഞല്ലോ, സഖർ എന്നുള്ളത് ഒരു ഫാമിലിയാണ്. അതിൽ യൂസുഫ് സഖറിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വല്ലിപ്പാൻ്റെ വല്ലിപ്പ യൂസുഫ് എന്നവരും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹമദ് എന്നിവരൊക്കെ മലബാറിൽ നേരത്തെ പറഞ്ഞ ബോംബെയിലൊക്കെ ഉണ്ടായിരുന്ന ഫൈലക്കാവി സുദേറാവിയെ പോലത്തെ കുവൈത്തി ട്രേഡേഴ്സൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ 905 910 മുമ്പൊക്കെ അവർ ചില സമയത്ത് ഇവിടെ മലബാറിൽ വന്നു പോകുന്ന ഒരു ആളുകളായിരുന്നു. പക്ഷെ അവരൊന്നും ഇവിടെ സ്ഥിരതാമസമാക്കിയ ആളുകളല്ല. നേരെ മറിച്ച് യൂസുഫ് സഖർ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം 917 അല്ലെങ്കിൽ 920 ഈ ഒരു സമയത്താണ് അദ്ദേഹം സ്വന്തം കുവൈത്തിൽ നിന്നും തന്നെ ഇവിടെ മലബാർ മാത്രം ലക്ഷ്യമാക്കിയിട്ട് തന്നെ അദ്ദേഹം വരുന്നത്. മലബാർ ലക്ഷ്യമാക്കുക സ്വാഭാവികമായിട്ട് ആ സമയത്ത് പറഞ്ഞ നമ്മുടെ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് പോലത്തൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു അതിലേക്ക് എത്തുന്നൊരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട സമയമാണ്. പക്ഷെ അദ്ദേഹം അത്തരം ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് മലബാറിലേക്ക് എത്തുന്നതൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം അതിനു മുമ്പ് ഒരു വട്ടം ഈ പറഞ്ഞ ഫൈലക്കാവിയുടെ കൂടെ ഒരു വട്ടം ഇവിടെ വന്ന് പോവുകയും അങ്ങനെ ഇവിടെ ഒരു ബിസിനസ് ഓഫീസ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം മലബാറിലേക്ക് എത്തുന്നത്. കാരണം ഇവിടെ അദ്ദേഹം നമ്മുടെ മലബാർ കേരളീയ സ്റ്റൈൽ പോലത്തെ ഒരു വീട് എപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഉണ്ടോയെന്നുള്ള അറിയില്ല. 900 തോന്നുന്നു ഒരു 980കളിലായിട്ട് അത് പൊളിച്ചു നീക്കപ്പെട്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ നേരത്തെ പറഞ്ഞ ഹമദ് സഖറിനെ കുറിച്ചിട്ട് കുവൈത്തി ജാമിയത്ത് കുവൈത്തിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അറബിയിൽ. അദ്ദേഹം അതിൽ പറയുന്നത് അത് 980കൾ പൊളിച്ചു നീക്കുന്നതിന് മുമ്പ് ഉള്ളൊരു രീതിയാണെന്ന്. ഇതിൽ ഈ സൈഡിൽ വലത്തെ വശത്ത് കാണുന്ന ഈ ഒരു വീട്, ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയൊരു ഇതാണ്. ഈ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന ബാൽക്കണി അത് അദ്ദേഹത്തിന് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ആ ബാൽക്കണിയിൽ നിന്നാണ് അദ്ദേഹം കടലിലേക്ക് നോക്കുന്നത്. കാരണം ബീച്ചിനോട് മുഖാന്തരമായിട്ട് നിൽക്കുന്നൊരു ഭാഗമാണത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം കടലിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ, കാരണം ഇതേ സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പ്രത്യേകമായിട്ടൊരു ഹാൾ അദ്ദേഹത്തിൻ്റെ കുവൈത്തി അല്ലെങ്കിൽ മറ്റു നൂഹ്ദമാർ അല്ലെങ്കിൽ നാഹുദ എന്നാണ് അവർ പൊതുവെ പറയാറ് കപ്പിത്താന്മാരെ കുറിച്ചിട്ട്. അപ്പോൾ നാഹുദമാർ അല്ലെങ്കിൽ മറ്റു ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ സൽക്കരിച്ചിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രത്യേക റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവരുടെ മറ്റു സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് സദാസമയം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയൊരു ബാൽക്കണിയാണത്. പിന്നെ മറ്റേതാണ് യൂസുഫ് സഖർ എന്ന് പറയുന്ന വ്യക്തി. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് 900കളിൽ അത് പൊളിച്ച് നീക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വീടിൻ്റെ ഒരു പണ്ടത്തെ ആ ഒരു ഫോട്ടോയാണ്. ഇത് സെയിം ആ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം 920കളിലാണ് കാലിക്കറ്റിലേക്ക് പെർമനൻ്റ് ആയിക്കൊണ്ടൊരു ബിസിനസ് ഓഫീസ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മലബാറിലേക്ക് എത്തുന്നത്. അങ്ങനെ അതേ സെയിം സമയത്ത് തന്നെ അദ്ദേഹം കുവൈത്തിലുള്ള ആളുകൾക്ക് മലബാറിൽ നിന്നും എന്തൊക്കെയും സാധനങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ഒരു ബ്രോക്കറായിട്ട് അല്ലെങ്കിൽ ഏജൻ്റായിക്കാണ്ട് അദ്ദേഹം മുഖേനയായിരുന്നു അവർ ഇത്തരം ഓർഡറുകളെല്ലാം ഇത് പറഞ്ഞ ടിമ്പറോ ലംബറും കോഫി ടാമറിൻസ് പോലത്തതൊക്കെ അവർ കാര്യമായിട്ട് അങ്ങോട്ട് എത്തിച്ചിരുന്നത് ഈ യൂസുഫ് സഖർ മുഖേനയായിരുന്നു. അതായത് ആ ഒരു സമയത്ത് കുവൈത്തിൻ്റെയും ഗൾഫിൻ്റെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. യൂസുഫ് സഖറിനായിരുന്നു അവരെല്ലാവരും അവലംബിച്ചിട്ടുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ഒറ്റക്കായിരുന്നു ഈ വീട്ടിൽ. അതുകൊണ്ട് അദ്ദേഹം ചില ലെറ്ററുകൾ പറയുന്നുണ്ട്, ഞാനിവിടെ വളരെ ഒറ്റക്കാണ്, നിങ്ങളൊക്കെ ഞാൻ വളരെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അള്ളാഹിൻ്റെ ഖദറാണ് നമ്മുടെ മലബാറിൽ ഈ സമയത്ത് എത്തുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ലെറ്ററുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ആ കാലഘട്ടത്തെ ഒരു ലെറ്റർ പൊതുവെ നമ്മൾ പറയുന്ന പോലെ തന്നെ അറബികളുടെ സെയിം ശൈലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബിസ്മി ഹംദൻ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ അവസാനം ആ സ്വന്തം കുടുംബക്കാർക്കും മറ്റുള്ള ആ മലബാർ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്തിട്ട് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ലെറ്ററുകളാണ് അദ്ദേഹത്തിൻ്റെ പല ലെറ്ററുകളിലും കാണാൻ സാധിക്കുന്നത്. ഞാനത് അവസാനം കാണിപ്പിക്കാം. അപ്പോൾ അദ്ദേഹം യൂസുഫ് സഖർ കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ അബ്ദുള്ള യൂസുഫ് സഖർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ, അദ്ദേഹം കാര്യമായിട്ട് എന്താ പറഞ്ഞല്ലോ, അദ്ദേഹം വല്ലിപ്പാർക്കും വല്ലിപ്പാൻ്റെ മറ്റു എളാപ്പ അമ്മാവന്മാർ ഇവരൊക്കെ ഇത്തരം ഒരു കപ്പിത്താന്മാരായിരുന്നു. അപ്പം അവർ മുഖേനയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ഇത്തരം മലബാർ എന്ന് പറയുന്ന വളരെ കുവൈത്തിൽ നിന്നും ഏകദേശം നീണ്ടു നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് വളരെ ഒറ്റയ്ക്ക് എന്താ പറയുക നിൽക്കാനൊക്കെ താമസിക്കാനൊക്കെ തയ്യാറായിട്ട് അദ്ദേഹം വരുന്നത്. ഇപ്പോൾ സാൻസിബാറിലുള്ള അറിയാറില്ല, അന്നത്തെ ഒമാനി രാജാക്കന്മാരായിട്ടില്ല ബൂസായിദി രാജാക്കന്മാർ ആ കാലഘട്ടത്തിൽ നമ്മുടെ സാൻസിബാറും ഇന്നത്തെ താൻസാനിയ നിലനിൽക്കുന്ന ഏരിയകളൊക്കെ കാര്യമായിട്ട് കീഴടക്കിയിരുന്നു അവരുടെ കയ്യിലായിരുന്നു. 300ഓളം വർഷത്തോളം ബൂസായിദി ഒമാനി രാജാക്കന്മാരായിരുന്നു അത് കീഴടക്കിയിരുന്നത്. അപ്പോൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അതായത് 1100കളുടെ മധ്യകാലഘട്ടത്തിൽ ഇവർ അന്ന് തന്നെ പോർട്ടുകൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ ബോംബെയിൽ നിന്നും ഈ മലബാറിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഒമാനിലേക്കും അതുപോലെ തന്നെ സാൻസിബാറിൻ്റെ ഭാഗത്തേക്ക് സാൻസിബാറിൽ നിന്ന് തിരിച്ചും ഇവർ പരസ്പരം കൈമാറ്റം നടത്തുന്നവരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഈവൻ ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ എംബസിയിൽ ചില ഓഫീസർമാരെ വരെ ഈ യൂസുഫ് സഖറിൻ്റെയും അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ ഈ അബ്ദുള്ള യൂസുഫിൻ്റെ കീഴിലായിട്ട് അവർ ഒമാനിൽ നിയമിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു 1100കളിൽ. അപ്പോൾ പിന്നെ അതിന് ശേഷം എന്താ പറയുക സ്റ്റീംഷിപ്പ് ആയിരിക്കും, സ്റ്റീംഷിപ്പ് ബുഖാർ എന്നൊക്കെ പറയുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു. ഇത് ഈ ബ്രിട്ടീഷുകാരുമായിട്ട് അവരുടെ ഇംഗ്ലണ്ടിലും മറ്റൊക്കെ അവരുടെ സ്വാധീനം പറ്റ വീക്കായ സമയത്ത് അവർക്ക് എന്താ പറയുക കച്ചവടം വളരെ ഊട്ടുറപ്പിക്കണം എന്ന് അവർ മനസ്സിലാക്കിയപ്പോഴാണ് അവർ ഇന്ത്യയിലേക്ക് തിരിക്കുകയും എന്നാൽ അവർ അപ്പോഴും ഇന്ത്യയിൽ തന്നെ ഉണ്ട്, പക്ഷേ അവർ കാര്യമായിട്ട് അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അറബികൾ കാര്യമായിട്ട് വളരെ ഇവരുടെ ഇത്തരം കൈമാറ്റങ്ങൾ ഈ യാത്രകൾ വളരെ സുഗമമായിട്ട് പോകുമായിരുന്നു. പക്ഷേ 1779 ഒരു റവല്യൂഷണറി ഒരു വാർ ആ സമയത്ത് ഉണ്ടാവുകയും ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലൊക്കെ അവരുടെ സ്വാധീനം നഷ്ടപ്പെടുകയും അങ്ങനെ സ്റ്റീംഷിപ്പ് മുഖേന യുദ്ധത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ആ സമയത്ത് യുദ്ധം ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റൂല എന്ന് അവർക്ക് മനസ്സിലാവുകയും, കാരണം അന്ന് കാലത്ത് ഗൾഫിലും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇത്തരം സ്റ്റീം സർവീസ് സെൻറ്ററുകളെ അവർ നിർത്തിയിരുന്നു. കാരണം അതിനൊരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം അന്ന് സ്വാഭാവികമായിട്ടും ഇത്തരം ഇതിന് വേണ്ട മെറ്റീരിയലുകൾ കാര്യമായിട്ട് നേടിയിരുന്നത് ന്യൂയോർക്കിലും അതുപോലെ തന്നെ എന്താ പറയുക ഇംഗ്ലണ്ടിലും പിന്നെ ബോംബെയിൽ നിന്ന് കൊണ്ടുപോകുന്ന ചില സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കൈമാറ്റം കഴിയുന്നില്ല യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഇതൊക്കെ നിലനിർന്ന സമയത്ത് ഈ ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ ഇത്തരം ദോ എന്ന് പറയുന്ന പായ്ക്കപ്പലിലേക്ക് തിരിയാൻ തുടങ്ങി. അപ്പോഴാണ് എന്നാൽ അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ യൂസുഫ് സഖറിനെ പോലത്തെ ഇവർ കുവൈത്തുകൾ കാര്യമായിട്ട് ഈ പറഞ്ഞ ദോവിനെ കുറിച്ച് അവർ കാര്യമായിട്ട് ഇത്തരം ടിമ്പറുകളെ കുറിച്ച് അവർ കാര്യമായിട്ട് സ്റ്റഡി നടത്തി ഇത്തരം സാധനം അവർ കുവൈത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കപ്പൽ നിർമ്മിക്കാൻ അവർക്കറിയാം, പക്ഷെ കപ്പൽ നിർമ്മിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തേക്ക് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് അവർ തേക്കിൽ തന്നെ ബെൻതേക്ക് അതുപോലെ തന്നെ അന്ന് അറിയായിരിക്കും കാര്യമായിട്ട് അന്ന് ചാലിയാർ ലിവറിലൂടെ ഒഴുക്കി വിട്ടിട്ട് അത് എന്താ പറയുക ഈ പറഞ്ഞ യൂസുഫ് സഖറിൻ്റെ ബീച്ച് റോഡ് അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അതെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും യൂസുഫ് സഖർ അബ്ദുള്ള അദ്ദേഹം ബീച്ച് റോഡ് കാലിക്കറ്റ് നിന്ന് കാണാം.
അതായത് അദ്ദേഹം അത്രക്കും പെർമനൻ്റ് അഡ്രസ്സ് വരെ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇദ്ദേഹം ടിമ്പറിൻ്റെ ഓരോ മരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഈ ഈ പോർച്ചുഗൽ കാര്യമായിട്ട് നമ്മുടെ ഈ മലബാർ ബോംബെ ഏരിയകളിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത സമയത്താണ് ഇവർക്ക് ഇത്തരം സാധനങ്ങൾ നമ്മുടെ ഈ സ്പെഷ്യസും കാര്യങ്ങളൊക്കെ കുവൈത്തിലേക്കും അതുപോലെ തന്നെ മറ്റു ഗൾഫിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം അവർ ഓരോ ഏരിയയിൽ വന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ടാക്സ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കുകയും, എന്നാൽ അതേ സമയത്തിന് ഇവരെന്ത് ചെയ്യും, കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള തീരപ്രദേശങ്ങളിലേക്ക് അതിൽ പറയുന്നുണ്ട്. കോത്തി ബീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ കാലിക്കറ്റ് ബീച്ച് എന്ന് പറയുന്ന ഏരിയ തന്നെയാണ്. അതിൽ നിന്ന് അവർ പറയുന്നത് ബേപ്പൂരിലെ ചില പ്രദേശങ്ങളിലേക്ക് പോയിട്ട് അവിടെ മിനാരങ്ങളില്ലാത്ത പള്ളികൾ ഉണ്ടാക്കുകയും, കാരണം ആ പ്രദേശങ്ങൾ ചിലപ്പം മുഴുവനും മുസ്ലിങ്ങൾ തന്നെ ആവണമെന്നില്ല, അപ്പം ഹൈന്ദവർക്കും ഉണ്ടാവാം. അപ്പോൾ അവർക്കും കൂടി അവരെയും കൂടി ഇവരുടെ കൂടെ കൂട്ടാൻ കൂടുതൽ ഒരു സൗഹൃദ വലയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിനാരങ്ങളില്ലാത്ത പള്ളികൾ ഉണ്ടാക്കുകയും അതിൽ അവരുടെ ഇത്തരം കച്ചവട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും, അങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെയാണ് അവർ ഇത്തരം പോർച്ചുഗീസുകാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ടാക്സ് ഒന്നും അടക്കാതെ അവരുടെ ഇത്തരം ഒരു സൗഹൃദ വലയത്തിലൂടെ അവരെന്ത് ചെയ്തിരുന്നു, ഇത്തരം അവർക്ക് വേണ്ട സാധനങ്ങൾ അന്ന് മലബാറിൽ നിന്ന് അവർ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോർച്ചുഗീസ് ചില ഇത്തരം വിഷയങ്ങൾ അറിയുന്ന സമയത്ത് അവർ ചോദിക്കുമ്പോൾ അതിനുള്ള ടാക്സ് അവർ അടക്കുകയാണ് ചെയ്യാറ്. പിന്നെ അതിനുശേഷം ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പേർഷ്യ, ഗൾഫ്, മലബാർ, ബംഗാൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കാര്യമായിട്ട് നേരത്തെ പറഞ്ഞ തന്നെ ഷിപ്പ്, പിന്നെ ഈ കാര്യമായിട്ട് ജനങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ചരക്കുകളൊക്കെ കാര്യമായിട്ട് ഒഴുകി തുടങ്ങി. ആ സമയത്ത് ഈവൻ പോർച്ചുഗീസും മുസ്ലിംസും മലബാറിൽ അന്ന് മുസ്ലിങ്ങളും പോർച്ചുഗീസുകാരും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വരെ ഇവർ വളരെ സുഗമമായ രീതിയിൽ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറയുന്നുണ്ട് പുസ്തകത്തിൽ, അവർ ചെങ്കടൽ വഴിയാണ് അന്ന് കാര്യമായിട്ട് സാധനങ്ങൾ മലബാറിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏതായാലും വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യയിൽ കാര്യമായിട്ട് പോർച്ചുഗീസുകാർ വളരെ വീക്കായ സമയത്ത് അവർ മലബാറിലെ ലോക്കൽ റൂളേഴ്സുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ വന്ന സമയത്താണ് ഇവരുടെ അവസരം ഉപയോഗപ്പെടുത്തിയത്. കാരണം അന്നത്തെ ലോക്കൽ റൂളേഴ്സായിട്ടുള്ള നമ്മളെ സാമൂതിരി രാജാക്കന്മാരെ പോലത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ സഹായങ്ങളും അവർ തേടുകെട്ടുണ്ടായിരുന്നു. അങ്ങനെ 1600-കളും 1700-കളുടെ ഒരു ആ അവസാനത്തിലൊക്കെ കാലിക്കറ്റ് എന്നുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഡച്ച് VOCയോടൊക്കെ സമീപിച്ചിട്ട് ഒരു കാര്യമായിട്ട് ഈ പോർച്ചുഗീസുകാർ ആ തീരത്തു നിന്ന് പുറത്താക്കി അന്നത്തെ ഈ ഗൾഫ് അല്ലെങ്കിൽ അറബ് മെർച്ചൻസ്. അങ്ങനെ 1800 മധ്യത്തിലാണ് കാര്യമായിട്ട് നമ്മളെ ഹൈദരാലി അതുപോലെ തന്നെ ശേഷം ടിപ്പു സുൽത്താനൊക്കെ വരികയും അങ്ങനെ അന്നത്തെ ഇത്തരം ഈ കുവൈത്തി ഒമാനി ട്രേഡേഴ്സുമായിട്ട് കൂടുതൽ സൗഹൃദത്തിലാവുകയും അങ്ങനെ അതിനുശേഷം ടിപ്പു സുൽത്താനിൽ നിന്ന് അത് നഷ്ടപ്പെട്ട സമയത്ത് അവർ ഒമാനിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ എംബസി അവർ തുടങ്ങാനും, കാരണം അന്നത്തെ ഒമാനി രാജാവ് ബൂസായിദി അറിയായിരിക്കും, ഇത് ബൂസായിദി അദ്ദേഹത്തിൻ്റെ മക്കൾ സാലിം അതുപോലെ തന്നെ മുഹമ്മദ് അഹമ്മദ് പറഞ്ഞിട്ടുള്ള 3-4 മക്കളുണ്ട്. അവർ ആയിരുന്നു കാര്യമായിട്ട് സാൻസിബാർ, താൻസാനിയ ആ ഒരു ഏരിയ കാര്യമായിട്ട് ഭരിച്ചിരുന്നത് 300ഓളം വർഷമായിട്ട്. അപ്പം ആ സമയത്ത് ഇവർക്ക് ഈ ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവർ നമ്മുടെ മലബാറുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ചില എംബസികളുമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ബന്ധം അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഈവൻ ഒരുപാട് കൊമേഴ്ഷ്യൽ ട്രേറ്റീസൊക്കെ അവർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു അവസ്ഥയാണ് ഈ ഈ 900-കളിലേക്ക് എന്ന് പറഞ്ഞാൽ 10-ാം നൂറ്റാണ്ടിൽ എത്തുന്നതിന് മുമ്പ് കുവൈത്തുകളും അറബ് ഗൾഫ് മെർച്ചൻസ് കാര്യമായിട്ട് നേരിട്ടിരുന്ന അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്ന ട്രേഡുകൾ. എന്നാൽ പിന്നെ അത് നടന്ന പായ്ക്കപ്പൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ 1776 നേരത്തെ പറഞ്ഞ റവല്യൂഷണറി വാർ ഉണ്ടായ സമയത്ത് കമ്പനി എന്ത് ചെയ്തു,
പറഞ്ഞ നമ്മുടെ മലബാറിലെ ഫോറസ്റ്റ് ഏരിയകളിലേക്ക് കടന്നു വന്നു. കാരണം സ്റ്റീംഷിപ്പിൻ്റെ ആവശ്യങ്ങൾ അവർക്കില്ല. കാരണം പിന്നെ അവർക്ക് എന്ത് വേണം, ഈ പായ്ക്കപ്പലുകൾ നിർമ്മിക്കണം. പായ്ക്കപ്പലുകൾ കാരണം ഈ പറഞ്ഞ സൂര്യൻ്റെ ചൂട് കാലത്ത് സമ്മർ സമയത്ത് ഈ സ്റ്റീംഷിപ്പിനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മെറ്റീരിയൽസ് കൃത്യമായിട്ട് കിട്ടേണ്ട നാടുകളിൽ നിന്ന് കിട്ടാതായപ്പോൾ അവർ ഇത്തരം ദോ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ദോ ഉണ്ടാക്കുമ്പോൾ ഇതിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അതിൻ്റെ പായ്ക്കപ്പൽ പായ് നിൽക്കുന്നതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കോല് വെക്കാനും അതിൻ്റെ ഈ കപ്പലിൻ്റെ അടി ശരിയായ രീതിയിൽ കേടുവരാതെ വർഷങ്ങളായി നിലനിൽക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നമ്പർ 1 നമ്പർ 2 ആയിട്ടുള്ള ലെവലിലുള്ള മരങ്ങൾ അതിന് വേണം. അപ്പം അത് കൃത്യമായിട്ടുണ്ടായിരുന്നത് മലബാറിലെ ഫോറസ്റ്റ് ഏരിയകളിലായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് പോലത്തെ, നിലമ്പൂർ പോലത്തെ തേക്ക് ഏരിയകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ എന്ത് ചെയ്തു, ബ്രിട്ടീഷർ കാര്യമായിട്ട് അന്ന് ഈ മലബാറിലെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് അവർ കടന്നു എന്ന് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്ന് എന്നിട്ട് അവർ ഫോറസ്റ്റിൽ വന്നിട്ട് ഇത്തരം മരങ്ങളൊക്കെ മുറിച്ച് ബോംബെയിലേക്ക് കടത്തും. കാരണം അന്ന് ഷിപ്പ് യാർഡ് കാര്യമായിട്ടുണ്ടായിരുന്നത് ബോംബെയിലായിരുന്നു. അപ്പോൾ ബോംബെയിലേക്ക് അവർ കടത്തും. അങ്ങനെ അദ്ദേഹം പറയണ്ടേ, അത് മലബാർ എന്നുള്ളത് ബോംബെയിലേക്കുള്ളൊരു സാറ്റലൈറ്റ് ആയിട്ട് മാറുന്നൊരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം. പിന്നെ അത് ഈ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഒരു മെറ്റീരിയൽ മലബാറിൽ നിന്ന് പിന്നെ ഗൾഫിലേക്ക് ഈവൻ 19ാം നൂറ്റാണ്ടിലും അതെന്ത് ചെയ്തിരുന്നു, തുടർന്നിരുന്നു. അത് വെറും 18ാം നൂറ്റാണ്ടോട് കൂടെ അത് നിലക്കല്ല ചെയ്തത്. നേരെ മറിച്ച് 19ാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ കുവൈത്തിൽ നിന്നുള്ള ആളുകൾ മലബാറിലെത്തുകയും അവർ ഇവിടുന്ന് ലംബറും കൊണ്ടുപോവുകയും കുവൈത്തിൽ നിന്ന് അവർ പകരമായിട്ട് ഈ ഈത്തപ്പഴം, കാരണം അന്നത്തെ ഇവിടുത്തെ ഈത്തപ്പഴത്തിൻ്റെ ഉള്ള റേറ്റൊക്കെ നോക്കിയിട്ട് അവർ തിരിച്ച് അതൊരു ഒരു സഹായം എന്നുള്ള നിലക്കല്ല, ഇവർ ഇങ്ങോട്ട് ലംബർ തന്നതിന് പകരം എന്നാൽ അവർ തിരിച്ചിങ്ങോട്ട് ഈത്തപ്പഴങ്ങളും മറ്റുമായിട്ടുള്ള ഗൾഫ് ഡേറ്റ്സാണ് കാര്യമായിട്ട് അവർ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോൾ അത് കാര്യമായിട്ട് അന്ന് കുവൈത്തിലും ബസറയിലും ഉണ്ടായിരുന്ന ഒരുപാട് മെർച്ചൻസ്, അവരുടെ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്ന് സ്വാഭാവികമായിട്ടും ഈ ബസറയിലും കുവൈത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറാച്ചിയിലും ബോംബെയിലും മലബാറിലൊക്കെ ഒരുപാട് അവരുടെ അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു, ബിസിനസ് അസോസിയേറ്റ്സ്മാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് ഇവർ ഷെയർ ചെയ്യും. അതായത് കുവൈത്തിൽ ഉദാഹരണം ഡേറ്റ്സിന് ഈ ഒരു അങ്ങാടിയിൽ ഇതിന് ഇത്രയാണ് വില, ഓരോ ദിവസത്തെയും അതാത് ദിവസങ്ങളുടെ ഡേറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ഓരോ കണക്ക് കൃത്യമായിട്ട് എഴുതിയിട്ട് ഇവർക്കുമായിട്ട് ഇവരുമായിട്ട് ഇവരെന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അത് ലെറ്റർ മുഖേന എഴുതിയിട്ട് അയക്കുകയാണ് ചെയ്യുക. അപ്പം ഇത് പരസ്പരം അവർ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാലിക്കറ്റിലും കൊച്ചിയിലൊക്കെ വരുന്ന 1870 1880കളിലൊക്കെ വരുന്ന ആളുകൾ, ഈ കുവൈത്തി ബസറയിലുള്ള അവരുടെ അസോസിയേറ്റ്സ് ഇവിടെ വന്ന് സന്ദർശിച്ച് പോകുന്ന ആളുകൾക്ക് ഇവരെന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അവിടുത്തെ റേറ്റ് എങ്ങനെയാണ്, അവിടെ ഈ ലംബറും സാധനം കിട്ടാനുണ്ടെങ്കിൽ അത് കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇവർ കാര്യമായിട്ട് ഈ ട്രേഡ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, ഇവർ എങ്ങനെയാണ് ഈ മലബാറിലെ ആളുകളുമായിട്ട് ഇത്തരം ട്രേഡ് നടത്തുന്നത് എന്നുള്ളത്. സ്വാഭാവികം ഗൾഫ് അറബ്സാണ്, മലയാളികൾക്ക് അന്ന് നമുക്കിപ്പോൾ അറബി അറിയണമെന്നില്ല, ഇവർക്കാണെങ്കിൽ മലയാളം അറിയണമെന്നില്ല. അപ്പോൾ ഈ 19ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഈ ജനങ്ങളുമായിട്ട് മലബാറിലെ സാധാരണക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കാര്യമായിട്ട് ഇവർ ചെയ്തിരുന്നത് അന്നത്തെ ലോക്കൽ മെർച്ചൻസുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനാണ് എവിടെ പറഞ്ഞ ഈ പറഞ്ഞ ഇതിൽ സെൻറ്ററിൽ ഇരിക്കുന്ന ആളാണ് യൂസുഫ് സക്കർ, ഹമദ് സക്കർ, ഈ തലക്കലുകളാണ് യൂസുഫ് സക്കർ. അപ്പോൾ ഇവരന്ന് ഈ കാലിക്കറ്റിൽ ഇരിക്കുന്ന അവരുടെ ഒരു ദൃശ്യമാണ്, അങ്ങാടിയിൽ അവർ ട്രേഡുമായിട്ട് ആവശ്യത്തിനുമായിട്ട് ഇരിക്കുന്നൊരു ദൃശ്യമാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ബോംബെയിലുള്ള ഫൈലക്കാവി, ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ആളാണ് ഫൈലക്കാവി. അപ്പോൾ മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സാണ്, അവിടെയുള്ള അറബ് അസോസിയേറ്റ്സാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ. അപ്പോൾ അതായത് അത് വെറും 1-2 ആളുകൾ മാത്രമായിരുന്നില്ല അന്ന് ഇന്ത്യനോഷ്യയിൽ അറബ്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ കാര്യമായിട്ട് ബോംബെയിലും മലബാറിലൊക്കെ ഉണ്ടായിരുന്നത്. ഒരു പറ്റം ആളുകളായിരുന്നു, നമുക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് ആളുകൾ അന്ന് അവിടെ വന്നിട്ടുണ്ട് എന്നർത്ഥം. അതായത് എണ്ണിയാൽ ഒതുങ്ങാത്തെന്ന് പറഞ്ഞാൽ അത് 900 കണക്കിന് എന്നുള്ള രീതിയിലല്ല, അത് ചുരുങ്ങിയതൊരു 20ന് കൂടുതൽ ആളുകൾ അന്ന് കുവൈത്തി ട്രേഡേഴ്സായിട്ട് തന്നെ അന്ന് മലബാറിലും ബോംബെയിലായിട്ട് അവിടെ അന്നുണ്ടായിരുന്നു. ഇതാണ് മലബാറിലുള്ള യൂസുഫ് സക്കർ, ഈ സെൻട്രൽ നിൽക്കുന്നതാണ് യൂസുഫ് സക്കർ. ഇത് രണ്ടും അന്നത്തെ ബ്രിട്ടീഷ് ഏജൻസാണ്, അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായ ബ്രിട്ടീഷ് ഒഫീഷ്യൽസാണ്. മറ്റുള്ള ആളുകളൊക്കെ അന്നത്തെ മലബാറിലെ ലോക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഏജൻറ്റുമാരാണ് അതൊക്കെ. അപ്പോൾ
അപ്പോൾ ഇവര് കാര്യമായിട്ട് ഇടപെട്ടിരുന്നത് ഇവർ സ്വയം നേരെ പോയിട്ട് ആളുകളുമായിട്ട് സംസാരിക്കായിരുന്നില്ല. അന്ന് അവിടുത്തെ ലോക്കൽ മെർച്ചൻസ് അല്ലെങ്കിൽ ലോക്കൽ ബ്രോക്കേഴ്സുമായിട്ട് ഇടപെട്ട് അവരോട് സംസാരിച്ചിട്ടായിരുന്നു അവർ ഇത്തരം ട്രേഡ് നടത്തിയിരുന്നത്. അപ്പോൾ അതിന് കാര്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈലക്കാവി തന്നെ സുദേറാവി ഇവരൊക്കെ കാര്യമായിട്ട് ബോംബെയിൽ അവർ മലബാറിൽ അല്ലെങ്കിൽ കാലിക്കറ്റിലേക്ക് കാര്യമായിട്ട് വരുന്നവരായിരുന്നില്ല. പക്ഷെ അവർ ബോംബെയിൽ ഇരുന്നിട്ട് കാലിക്കറ്റിലുള്ള ഈ ലംബറും ടിമ്പറിൻ്റെ ഒക്കെ റേറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ അഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മലയാളി അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന കാലിക്കറ്റ് ബീച്ചിൽ അവിടെ ഈ ഒരു ബിസിനസ് ഏരിയയിൽ ഇത്തരം ടിമ്പറും ലംബറൊക്കെ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ആളെ കണക്ട് ചെയ്യുമായിരുന്നു. അപ്പം അവരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു രേഖ കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അറബി അറിയാമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിയിട്ടുള്ള പല ലെറ്ററുകളും 1-2 ലെറ്റർ ഇവിടെ കാണാം. ഇത് ഇതിന് നേരെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും. അഹമ്മദ് അബ്ദുൽ ഖാദർ, മെർച്ചൻ്റ് ആൻഡ് കമ്മീഷൻ ഏജൻറ്റ് എന്ന് കാണാം. അതിൻ്റെ സൈഡിൽ കാണാം കാലിക്കറ്റ് 191 നമ്പർ 2486 DR. അപ്പോൾ അതായത് ഇവർ കാര്യമായിട്ട് ഇതൊക്കെ എഴുതിയതൊക്കെ അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ അഹമ്മദ് അബ്ദുൽ ഖാദറിന് അറബി അറിയോ? അദ്ദേഹം തന്നെയാണോ ഇതൊക്കെ ഇത് കൃത്യമായിട്ട് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ അത് വേറൊരു ചോദ്യമാണ്. പക്ഷെ ഇതിൽ ആസ് എ റീഡർ എന്നുള്ള നിലയ്ക്ക് ഇത് കാണുമ്പോൾ അന്നത്തെ നമ്മളെ പണ്ഡിതന്മാരുടെ സെയിം കാലഘട്ടത്തിൽ തന്നെ പണ്ഡിതന്മാരുടെ പല ഈ മഹ്തുതാത്തൊക്കെ നോക്കിയാൽ സെയിം ഹത്താണ് നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പം അറബി ഒന്നെങ്കിൽ ഈ അഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന ആൾ കൃത്യമായിട്ട് അറബി പഠിച്ച് ഇത് കൃത്യമായി അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. അല്ലാത്ത ആളുടെ ഒരു എഴുത്ത് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അത് ഒരു സാധാരണക്കാരൊരു കാഴ്ചപ്പാട് മാത്രമാണ്. അപ്പം ചിലപ്പം ഏതെങ്കിലും കാരണം ഈ 850കളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ബ്രിട്ടീഷുകാർ കാര്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ കാര്യമായിട്ട് ഈ പറഞ്ഞ ഇസ്ലാമിക് ശരീഅത്തുമായി ബന്ധപ്പെട്ട തൊലാഖുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ഫത്വകൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ശരീഅത്തിന് മസ്അല കിട്ടാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ ചെയ്തിരുന്നത് അന്നത്തെ അവിടുത്തെ മൗലാനമാരെ ബന്ധപ്പെടുകയും അവരോട് ചോദിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ മൗലാനമാരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്ന മദ്രസകളിലേക്ക് പോയി. മദ്രസകളിൽ വ്യാപകമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന വിഷയം എന്താണെന്ന് നോക്കി. അപ്പോൾ അത് അവരുടെ ഫിഖഹി ഗ്രന്ഥമായിട്ട് അൽ ഹിദായയാണ്. അപ്പോൾ അങ്ങനെ അവർ അൽ ഹിദായ എന്ത് ചെയ്തു? ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുമായിട്ട് അത് ഷെയർ ചെയ്ത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതൊന്ന് 17 ട്രാൻസ്ലേഷൻ ഉണ്ട് അൽ ഹിദായക്ക് ഇംഗ്ലീഷിലുള്ള. ഓരോ വർഷം അവർ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇത് റീട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അവർ. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും അറബിയെയോ അല്ലെങ്കിൽ അറബി അറിയുന്ന ഏതെങ്കിലും ഒരാളെ വെച്ചിട്ട് ചിലപ്പോൾ അദ്ദേഹം ചെയ്തതായിരിക്കാം, അറിയില്ല. അതൊരു മുബഹമായിട്ടൊരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഫൈലക്കാവിയെ പോലത്തെ ബോംബെയിൽ സ്ഥിരതാമസമായിട്ട് നിൽക്കുന്ന ആളുകൾ മലബാറിലെ ഇത്തരം അങ്ങാടികളിലുണ്ടായിരുന്ന ഇതിൻ്റെ റേറ്റും ഇത്തരം സാധനങ്ങളുടെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുന്നത് ഇത്തരം ഏജൻറ്റ് മുഖേനയായിരുന്നു. അതേപോലെ തന്നെ യൂസുഫ് സൊക്കർ ഉണ്ടായിരുന്നത് അന്നത്തെ കുഞ്ഞഹമ്മദ്, മാംഗ്ലൂരിലുള്ള ഹാജി കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ ഒരു ലെറ്ററാണ്. ഇതിൽ അടിയിൽ കാണാം. മുകളിൽ യൂസുഫ് സക്കർ അബ്ദുള്ള, അടിയിൽ ഹാജി അഹമ്മദ് ബിൻ ഹാജി കുഞ്ഞഹമ്മദ്. ഫഹദ് ബിഷാർ പറയുന്നത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു പുസ്തകം തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ തന്നെ അഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ആളെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 100ഓളം ലെറ്ററുകൾ ഉണ്ടെന്ന്. അന്ന് അദ്ദേഹം ഇത്തരം ഈ പറഞ്ഞ സുദേറാവിക്കും ഫൈലക്കാവിക്കും ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ 100-ലേറെ ലെറ്ററുകളുണ്ട്. ഈ പറഞ്ഞ ഈ കുഞ്ഞഹമ്മദ് അല്ലെങ്കിൽ ഇവരെ കുറിച്ച് ഒരുപാട് ലെറ്ററുകൾ ഉണ്ട്. ഞാൻ ഇതിലൊരു അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു മലയാളത്തിൽ ലെറ്റർ മഹ്മൂദ് ബിൻ മൊഹീദ്ദീൻ എന്ന് പറയുന്ന മഹ്മൂദ് മൊഹീദ്ദീൻ ഇത് മാംഗ്ലൂരിൽ ഇതേപോലെ തന്നെ യൂസുഫ് സക്കറിനെ പോലെ അന്നത്തെ കുവൈത്തി മറ്റൊരു ഫാമിലി റാഷിദ് അൽ അസൂസി എന്ന് പറയുന്ന അസൂസി ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇതേ സമയത്ത് തന്നെ യൂസുഫ് സക്കറിൻ്റെ കുടുംബമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ 1918 ആ സമയത്ത് ഇതേപോലെ വെറുതെ ഫാമിലി മെമ്പേഴ്സിനെ കാണുന്ന നിലയ്ക്ക് മലബാറിലെത്തുകയും അവർ പിന്നെ യൂസുഫ് സക്കർക്കാരുമായിട്ട് ടിമ്പർ ആണെങ്കിൽ ഈ പറഞ്ഞ റാഷിദ് അൽ അസൂസിക്കാരുമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് കോഫി അതുപോലെ തന്നെ ടാമറിൻസ് ആയിരുന്നു. കാരണം ഈ സെയിം സമയത്ത് 1920-24 ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതേപോലെ മലബാർ റിബല്യൻ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആ സമയത്ത് കാര്യമായിട്ട് അവർക്ക് വേണ്ടിയിരുന്നത് ടിമ്പർ ഇതിന് ഒരു കൂടുതൽ ഡിമാൻഡായിരുന്നു.
അതുകൊണ്ട് യൂസുഫ് സക്കറിനെ പോലത്തെ ആളുകൾ കാര്യമായിട്ട് പാലക്കാട് പോലത്തെ ഉള്ളേരികൾക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് പോവുകയും, കാരണം അതുവരെ യൂസുഫ് സക്കറിൻ്റെ കാര്യമായിട്ടുള്ള മൂവ് എന്ന് പറഞ്ഞാൽ അത് കാലിക്കറ്റ് ബീച്ചിൽ മാത്രമായിരുന്നു. മറ്റുള്ള ഉള്ളേരികളിലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവിടെ ഏജന്റുമാരുമായിട്ട് ബന്ധപ്പെടൽ ഈ പറഞ്ഞ എന്താ പറയുക കുഞ്ഞഹമ്മദ് പോലത്തെ ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഹാജി അഹമ്മദ് പോലത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും അവർ അവിടെ പോയിട്ട് അന്വേഷിച്ച് കൊണ്ടുവരാണ് ചെയ്തിരുന്നത്. പക്ഷേ മലബാർ റിബൽ ഉണ്ടായ സമയത്ത് ഇതിന് കൂടുതൽ ഡിമാൻഡ് വരികയും ഗൾഫിൽ ഇതിനുള്ള സാധനങ്ങൾ മെറ്റീരിയൽ കുറഞ്ഞു വരികയും ചെയ്ത സമയത്ത് അവർ പാലക്കാടിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററിൽ പറയുന്നുണ്ട് പാലക്കാട് എന്ന് കൃത്യമായിട്ട് അവരത് സൂചിപ്പിക്കുന്നുണ്ട്. പാലക്കാട് പോവുകയും അവിടുത്തെ ഫോറസ്റ്റുകൾ അന്വേഷിക്കുകയും അവിടെ പോയ സമയത്ത് അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കൃത്യമായിട്ട് വേണ്ട ഒരു ഡിമാൻഡിൽ നിന്ന് കൂടുതൽ പ്രൈസ് കൂട്ടി പറയുകയും അപ്പോൾ അവർ കൂടുതൽ പ്രൈസ് കൂട്ടുന്നുണ്ട് എന്ന് ഒരു കംപ്ലൈൻറ്റ് യൂസുഫ് സക്കറിൻ്റെ ഈ പറഞ്ഞ അസൂസി അവരുടെ ഫാമിലി അവർ കുവൈത്തിലുള്ള അവരുടെ എളാപ്പന്മാർക്ക് കത്ത് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കൂടുതൽ പറയുന്നുണ്ട്. എന്നാൽ ബോംബെയിലുള്ള ചില ബിസിനസ് ഏജൻറ്റുമാർ അവർ പറയുന്നത് കൂടുതൽ ഹൈ പ്രൈസിന് അവർ വാങ്ങുകയും, കാരണം അന്നത്തെ കൂടുതൽ ഡിമാൻഡുള്ള കാരണത്താൽ അവർ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ റാഷിൽ അസൂസി എന്ന് പറയുന്ന കുവൈത്തിലുള്ള മറ്റൊരു ഫാമിലി അവരെന്ത് ചെയ്തു, ഏതായാലും ടിമ്പറിന് കൂടുതൽ ഡിമാൻഡ് വരെയല്ലേ, അവരുടെ ഒരു കച്ചവട ബിസിനസ് ഒരു ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, അവർ കോഫിയിലേക്കും ടാമറിൻസിലേക്കും അവർ മാറി. എന്നിട്ട് കോഫിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുകയും അങ്ങനെ അത് ഈ പറഞ്ഞ മഹ്മൂദ് ബിൻ മൊഹീദ് എന്ന് പറയുന്ന ആൾ മാംഗ്ലൂരിലുള്ള അദ്ദേഹമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിലൂടെ അവർ കോഫി അതുപോലെ തന്നെ ടാമറിൻസിൻ്റെ റേറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ അത് എന്താ പറയുക അദ്ദേഹത്തിൽ നിന്ന് അത് നേടി കുവൈത്തിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്തിരുന്നത്. അതായത് അപ്പോൾ ഈ മഹ്മൂദ് ബിൻ മൊഹീദ്ദീനെ പറ്റി അവർ ലെറ്ററിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറബി അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പക്ക അറബി ആയില്ല, അദ്ദേഹത്തിന് അറബി പഠിക്കുകയും ശേഷം ഇവരുമായിട്ട് സംസാരിച്ച് ബിസിനസ് രീതിയിൽ സംസാരിക്കേണ്ട അറബി അദ്ദേഹം മനസ്സിലാക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് അറബി കേട്ടിട്ട് അവർ പരസ്പരം കളിയാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. അപ്പം ഇതിൽ കാണാം മെർച്ചൻ്റ് കമ്മീഷൻ ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവർക്ക് കൃത്യമായിട്ടുള്ള അന്നത്തെ ഒരു ഒഫീഷ്യൽ ലെറ്ററുകളൊക്കെ വെച്ചിട്ടായിരുന്നു അവർ ഇത്തരം കൈമാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടായത്. എനിക്ക് തോന്നുന്നു പക്ക മലയാളമല്ല, അവരുടെ ഈ മാംഗ്ലൂർ ലെവലുള്ളൊരു ഭാഷ മലയാളമാണ് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ചില ഏരിയകളൊക്കെ നോക്കാം ഇത് അദ്ദേഹത്തിൽ പറയണത് മാംഗ്ലൂരിൽ മറ്റൊരാളെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഏൽപ്പിക്കുകയാണ്. അപ്പം ഇത്ര രൂപ 4300 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് മറ്റേടന്ന് വാങ്ങണമെന്ന് പറയുന്ന ഒരു ലെറ്ററാണിത്. അപ്പം ഇത്തരത്തിലുള്ള ലെറ്ററുകൾക്ക് മുഖേനയാണ് അവർ കാര്യമായിട്ട് ഇടപാട് നടത്തിയിരുന്നത് ബോംബെയിലുള്ള ആളുകളുമായിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അപ്പം അന്ന് വെറും ഇവരപ്പോഴും മലബാറിലെത്തിയാലും അവരുടെ ഒരു സ്വാധീനം എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്യുന്നില്ല, പക്കൊരു അടിച്ചമർത്തൽ അല്ലെങ്കിൽ കൊളോണിയൽ ബ്രിട്ടീഷുകാർ പൊതുവെ പറയാറ് നമ്മളെപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, പൂർണ്ണ മനസ്സോടെ നമ്മൾ സ്വീകരിക്കും. പക്ഷേ എപ്പോഴും ഈ ബ്രിട്ടീഷ് എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അവർ കാര്യമായിട്ട് അവരുടേതായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ മദ്രാസ് അല്ലെങ്കിൽ ബോംബെ അവരുടെ സെൻറ്ററുകൾ നോക്കിയാൽ മനസ്സിലാവും. അവർ ബോംബെയിൽ വന്ന സമയത്ത് അവർ കാര്യമായിട്ട് എന്താ ചെയ്തത്, ആദ്യം അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സ്ഥലം വാങ്ങി. പിന്നീട് ആ സ്ഥലത്തേക്ക് അവർ എന്ത് ചെയ്തില്ല, അവരുടെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അല്ലാതെ വേറെ ആൾ അവർ അങ്ങോട്ട് കയറ്റൂലായിരുന്നു. അതിനുള്ളിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് മറ്റുള്ള പുറത്തുള്ള ഒരാൾക്കും മനസ്സിലാവില്ല. പിന്നെ അതിനുശേഷം അവിടെയുള്ള കോർട്ടുമായി ബന്ധപ്പെടാൻ തുടങ്ങി. പിന്നെ അതിൽ കോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ അവർ ഈ പറഞ്ഞ ഇവരുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാക്കാൻ തുടങ്ങി. അതിനൊക്കെ ഫോട്ടോ പോലും നിലവിൽ ഗൂഗിൾ നോക്കിയാൽ കിട്ടും. അതായത് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് കാര്യമായിട്ട് അവരുടേതായിട്ടുള്ളൊരു ബോർഡർ അവർ ഇന്ത്യയിൽ വന്നിട്ട് അവർ നിർമ്മിക്കാൻ തുടങ്ങിയെന്നുള്ളത്. പക്ഷേ ഇവരങ്ങനെ ആയിരുന്നില്ല. ഇവർ വന്നിട്ട് ചെയ്തത് കാര്യമായിട്ട് ജനങ്ങളുമായി ഇടപെടുകയും അവരിൽ നിന്ന് വാങ്ങുന്ന സാധനം തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ അവർ പരമാവധി അങ്ങോട്ട് ഒരു പരസ്പര സഹായ കൈമാറ്റങ്ങളായിരിക്കും കാര്യമായിട്ട് ചെയ്തിരുന്നത്. ഇവിടുന്ന് ടിമ്പർ ലംബർ കൊണ്ടുപോകുന്ന അതേ സമയത്ത് കുവൈത്തിൽ നിന്ന് ഗൾഫ് കൺട്രിയിൽ നിന്ന് വളരെ നമ്പർ 1 നമ്പർ 2 ലെവലുള്ള ഡേറ്റ്സ് അവർ ഇവിടെ എത്തിക്കുകയും ഇവിടുത്തെ റേറ്റുകൾക്ക് അനുസരിച്ച് അവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഇവരുടെ ഏജന്റുമാർക്ക് അവർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഇതിൽ അദ്ദേഹം ഈ ധോനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് കാര്യമായിട്ട് പറഞ്ഞത് അന്ന് ഇവർ കാര്യമായിട്ട് ഈ ദോ ഉണ്ടാക്കുന്ന രീതി അതിനെ
ഒരുപാട് ഡിമാൻഡ് ഓരോ പലകൾക്കും അതിൻ്റെ ഓരോ പലകൾക്കനുസരിച്ച് ഡിമാൻഡുകൾ കൂടി വരികയായിരുന്നു. നേരത്തെ പറഞ്ഞ തേക്ക് എന്നുള്ളത് അതിലവർ പറയുന്നുണ്ട് എന്താ ഫസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സോർട്ട് ഓഫ് എന്താ ഒരു തേക്ക് അതിനെ ഒരു രീതിയിൽ പറയുന്നുണ്ട് 600 to 100 വർഷം പഴക്കമുള്ള തേക്ക് മരത്തിന് ഒരു കാര്യം ഫസ്റ്റ് നമ്പർ 1 എന്ന് അവർ അറബികൾ വിൽക്കാറ്. അതുപോലെ തന്നെ അത് ഏകദേശം 40 ഫീറ്റ് ലെങ്ത്തുള്ള മരമായിരിക്കും. അല്ലാത്ത മറ്റ് എന്താ പറയുക ഒരു 20, 30, 40 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്ന ലെവലാണ് അവരതിനെ കാറ്റഗറൈസ് ചെയ്യാറ്. എന്ന് പറഞ്ഞാൽ അന്ന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഇതിന് നമ്പർ 1, നമ്പർ 2 എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു സാധനം അവർക്കില്ല. പിന്നെ അത് അവരുടെ ആ മരത്തിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ എന്താ പറയുക അവരുടെ ഒരു ഇത്തരം കപ്പൽ നിർമ്മിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവരിതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നത്. 1927 വരെ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ റെയിൽവേ ഒക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് കാര്യമായിട്ട് ഇവർ ഇത്തരം മരങ്ങൾ ടിമ്പർ കാര്യങ്ങളൊക്കെ ഈ ബീച്ച് ഈ എന്താ കുവൈത്തിലേക്കും മറ്റു ഗൾഫിലേക്കൊക്കെ ഈ ഇതിൻ്റെ മെറ്റീരിയൽസ് എത്തിക്കാൻ അവർ ചെയ്തിരുന്നത് ചാലിയാർ പുഴയിലൂടെ ഒലിച്ചു വിടുകയും എന്നിട്ട് അത് പറഞ്ഞ യൂസുഫ് സക്കറിൻ്റെ ഈ പറഞ്ഞ ബീച്ച് റോഡ് കാലിക്കറ്റ് ബീച്ച് എന്ന് പറയുന്ന അതിൻ്റെ അടുത്തുള്ള ഏരിയയിൽ അവർ എത്തിക്കുകയും അവിടുന്ന് ഈ പറഞ്ഞ കപ്പലിലേക്ക് എന്താ കയറ്റാണ് ചെയ്യാറ്. ഈവൻ ആ കാലഘട്ടത്തിൽ ഇവർ എന്താ ഈ പറഞ്ഞ മരങ്ങൾ മുറിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഫോറസ്റ്റുകളിൽ നിന്ന് എന്ത് ചെയ്യണം, ചാലിയാർ പുഴയിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ കാര്യമായിട്ട് അന്നത്തെ കാലത്തെ എരുമകൾ, ആനകൾ, കാളകൾ ഇതിൻ്റെയൊക്കെ ഓണേഴ്സിനെ പ്രത്യേകമായിട്ട് ഇതിന് നിയമിക്കുകയും അവർ മുഖേന അത് ചാലിയാർ പുഴയിലേക്ക് എത്തിക്കും. അതിലൂടെ കടത്തി വിട്ടിട്ട് അത് ബീച്ച് റോഡിലെത്തും. അതിൻ്റെ ഏകദേശം ഒരു അടുത്തെത്തുന്ന സമയത്ത് അവർ അതിനെ തടഞ്ഞു വെച്ച്, കാരണം വെറും ചാലിയാർ പുഴയിൽ ഒഴുക്ക് വിടുകയല്ലേ ചെയ്യണത്. ഇവർ മുള പോലത്തെ ഇവർ അതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഈ ചാലിയാർ പുഴയുടെ ഈ നദികൾ ഒഴുക്കുമ്പോൾ മുള പോലത്തെ തടികൾ വെച്ചിട്ട് അതിന് മുകളിലാണ് ഇത് വെക്കുക. കൃത്യമായിട്ട് ഇതിൻ്റെ പലകൾ എന്താ പൊന്തി നിൽക്കുന്ന രീതിയിൽ എന്താ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഒഴുക്കി വിട്ടിരുന്നത്. അത് പിന്നെ ഇത് എന്ത് ചെയ്യും, ഇതിന് പിന്നിൽ അല്ലെങ്കിൽ മുമ്പിലായിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇത് വല്ല തടികൾ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, അല്ലെങ്കിൽ കാർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇതിനെ ഫോളോ ചെയ്യുകയും അങ്ങനെ ഇത് കാലിക്കറ്റ് ബീച്ചിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ അതെന്ത് ചെയ്യുന്നു, പിന്നെ അത് കപ്പലിലേക്ക് എന്താ കയറ്റാനുള്ള കാര്യമാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ മറ്റല്ല ഇവർ ഈ യൂസുഫ് സക്കറിനെ ഈ വരുന്ന അന്ന് കാര്യമായിട്ട് ബീച്ചിൽ കാര്യമായിട്ട് ഇത്തരം മരത്തടികൾ ഇങ്ങനെ കൊന്നുകൂടിയിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ മരങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇത് ആർക്ക് എങ്ങനെ ആരിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളായിരുന്നു യൂസുഫ് സക്കർ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഡിമാൻഡ് നോക്കിയിട്ട് ഇത് ആർക്ക് എത്തിക്കണം, ഇത് കുവൈത്തിലുള്ള ഇത് ബസറയിലുള്ള ആളുകൾക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ബയേഴ്സ് ആരായിരിക്കണം എന്നുള്ളതും ഇത് ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരുന്നു അവർ കച്ചവടം നടത്തിയിരുന്നത്. കാരണം എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ചായിരുന്നു അദ്ദേഹം നോക്കിയിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ടിമ്പർ ഓരോന്നിനും ഓരോ തേക്കിൻ്റെ ഓരോ സാധനങ്ങളും ഓരോ ഭാഗവും ഓരോ ആവശ്യത്തിനായിരുന്നു അതിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ എന്താ സാജ് എന്നൊരു പറയും, അറബിയിൽ ഒരു സാജ് എന്നാണ് നമ്മളെ തേക്കിൻ്റെ നല്ല നീളമുള്ള ഒരു ഏരിയ. അതുപോലെ കാര്യമായിട്ട് എന്താ ഈ പറഞ്ഞ കപ്പലിൻ്റെ പുറന്തോട് നമ്മൾ പായക്കപ്പലൊക്കെ കാണുന്ന ഇതിൻ്റെയൊക്കെ ഈ പുറന്തോട് ഈ ഒരു ഭാഗത്തായിരുന്നു കാലമായിട്ട് ഈ സാജ് എന്ന് പറയുന്നൊരു മരത്തടി, നല്ല നീളത്തിലുള്ള മരത്തടി അവർ യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ചെറിയ ബോട്ടുകൾക്ക് പോലെ എന്ത് ചെയ്യാറുണ്ട്, ചാക്കി എന്നൊക്കെ പറയും. ചാക്കി എന്ന് പറയുന്ന രീതിയിലും മരത്തടിയാണ്, തേക്കിൻ്റെ തന്നെ ചാക്കി എന്ന് പറയുന്നത്. അപ്പം ഈ സാധനങ്ങൾ ചെറിയ ബോട്ടുകൾക്ക് വേണ്ടി, എന്നാൽ എല്ലാ മരവും എല്ലാ ബോട്ടിനും ഒരേപോലെ യൂസ് ചെയ്യൂല. അപ്പം പായ്ക്കപ്പലുകൾ ദോസിന് കാര്യമായിട്ട് അവർ സാജാണ് യൂസ് ചെയ്യാറ്. ചാക്കി എന്നുള്ളത് ചെറിയ ബോട്ടുകൾക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും കടലിൽ നിന്ന് അങ്ങോട്ട് കൈമാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ചെറിയ ബോട്ടുകൾക്ക് അവർ ചാക്കിയാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവിടെ കോല്, സക്കത്തിലി പോലത്തെ വ്യത്യസ്തമായിട്ടുള്ള തടികളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഒരു കാര്യമായിട്ട് ഓരോന്നും ഓരോന്നിനായിട്ടുള്ള ഉപയോഗമാണ്. അപ്പം അതേപോലെ തന്നെ ഓരോ ഗൾഫിലെ ചൂടുകാലത്തിനനുസരിച്ച് ഏത് തടി അവിടെ വേണം, ഏത് കപ്പലുകൾക്ക് അതിനെ മോട് കൂട്ടാൻ ഏതൊക്കെ തടികളാണ് വേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാണ് ഇവർ. പിന്നെ ഇവർക്കൊരു ബോധമുണ്ട്, കാരണം നമ്മൾ തേക്ക് എന്നുള്ളത് ഗൾഫിലെ ചൂടുകാലത്ത് സമ്മർ സമയത്ത്
തേക്കിനോളം നല്ലൊരു മറ്റൊരു മരം ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് എത്ര മാച്ചുള്ള. അതുകൊണ്ടാണ് അവർ കാര്യമായിട്ട് സാജിന് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞ പോലെ തന്നെ ഈ ഏജന്റുമാരെ എന്ത് വില കൊടുത്തോ അവരെന്ത് ചെയ്യുന്നു ബന്ധപ്പെടുകയും അതായത് അവർ കുവൈത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗമൊക്കെ നോക്കിയത്. പിന്നെ നേരത്തെ പറയുമ്പോൾ തന്നെ തേക്ക് എന്നുള്ളത് വെറും തേക്ക് മാത്രമായിരുന്നില്ല. ഇന്ത്യയിൽ അന്ന് പറയാറുണ്ട് ഗവൺമെൻറ് തേക്ക് അതുപോലെ തന്നെ കാലിക്കറ്റ് തേക്ക്, അങ്ങനെ 2 ടൈപ്പ് തേക്ക് എന്ന് പറയാറ്. ഇത് രണ്ടും ഗവൺമെൻറ് തേക്കാണ് നമ്പർ 1ഉം കാലിക്കറ്റ് തേക്ക് അത് നമ്പർ 2 അല്ലെങ്കിൽ എന്ന രീതിയിൽ 2 ടൈപ്പായിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തേക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല, ചിലപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ഫോറസ്റ്റിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കാം. കാലിക്കത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യൂസുഫ് സക്കർ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഓഫീസിൻ്റെ പരിസരത്ത് പലയിടത്തും ഈ പോർട്ട് സിറ്റീൻ്റെ ഈ ബീച്ചിൻ്റെ പല ഏരിയകളിലും ഇത്തരം മരത്തടികൾ ഇങ്ങനെ ആവശ്യമില്ലാതെ കുന്നുകൂട് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ചിലപ്പം മലബാറിൽ അവിടെ കാണേണ്ട തേക്കായിരിക്കാം ചിലപ്പോൾ ഈ നമ്പർ 2 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 ടൈപ്പായിട്ട് അവർ ചെയ്തിരുന്നു. അതിൽ ഈ പറഞ്ഞ ബെൻ തേക്ക് എന്ന് പറയുന്ന മറ്റൊരു പേരുണ്ട്, ബെൻ തേക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ ബെൻ തേക്ക് കാര്യമായിട്ട് അറബികൾ അതിനെ മന്തി എന്നാണ് അവർ ഉപയോഗിക്കാറ്. മന്തി, നമ്മളെ മന്തി ആയിട്ട് അറിയില്ല കേട്ടോ, ബന്ധമൊന്നുമില്ല. മന്തി എന്നാണ് അതിന് അവർ യൂസ് ചെയ്യാറ്. അതായത് പറയാറ് മന്തി എന്നുള്ളത് കാരണം അത് എല്ലാ കാലം നിൽക്കൂല എന്നുള്ളതാണ്. ലെസ് ഡ്യൂറബിൾ ആയിട്ടുള്ള മരമാണത്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള കപ്പൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ തടി കൊണ്ട് അവർ നിർമ്മിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ സൂര്യൻ്റെ രശ്മികളൊക്കെ വരുമ്പോൾ കേടുപാടുകളില്ലാതിരിക്കാൻ അവർ കാര്യമായിട്ട് യൂസ് ചെയ്തിരുന്ന തേക്കിൽ നമ്പർ 1 നടന്ന സാജായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്നതാണ് ഇന്ത്യൻ ലോറൽ എന്ന് പറയും. ഇന്ത്യൻ ലോറൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ ബനിയൻ ട്രീ ഉണ്ടല്ലോ, ആൽമരം യൂസ് ചെയ്തിരുന്നു അവർ ഇതേപോലെ തന്നെ ഈ കപ്പലുണ്ടാക്കാൻ. അത് കാര്യമായിട്ട് ബനിയൻ ട്രീ കാര്യമായിട്ട് യൂസ് ചെയ്യാറ് ഈ പറഞ്ഞ പായ്ക്കപ്പലിൻ്റെ ഈ അടിഭാഗം, ഈ വള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗമാണ് ഒരു കാര്യമായിട്ട് യൂസ് ചെയ്യാറ്. ആ ഭാഗം ചേർന്ന് നിൽക്കുന്ന ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഒരു കാര്യമായിട്ട് ജംഗിളി എന്നാണ് അതിന് പറയുക. കാരണം ആൽമരം ആണല്ലോ, ഇത് മുകളിലേക്ക് നോക്കിയാൽ മൊത്തത്തിലൊരു കാട് പിടിച്ചിരിക്കുന്ന പോലെയാണ്. അവർ ജംഗിളി എന്നാണ് കാര്യമായിട്ട് അറബികൾ അതിനെ വിളിക്കാറ്. അപ്പം അതാണ് ഒരു കപ്പലിൻ്റെ ഈ ദോൻ്റെ അടിഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ യൂസുഫ് സക്കർ ഇതേ സെയിം സമയത്ത് തന്നെ നമ്മൾ പലി അല്ലെങ്കിൽ പാളി എന്നൊക്കെ പറയുന്ന മരത്തടി, അവർ അറബികൾ അതിനെ ഫിനി എന്നാണ്, കുവൈത്തികൾ പ്രത്യേകമായിട്ടും ഫിനി എന്നാണ് അവരതിനെ വിളിക്കാറ്. പലി അല്ലെങ്കിൽ പാളി എന്നൊക്കെ പറയും, ഒരു മരത്തടിയാണ്. ഇതും അദ്ദേഹം വിട്ടു. ഇത് കാര്യമായിട്ട് അതുപോലെ തന്നെ പുന്ന, അറബികൾ പുന്ന എന്നതിനെ അവർ പറയാറ്. ഇതൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ കപ്പലിൻ്റെ മോടി പിടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും മുകളിലുള്ള അതിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ മൂടി വെക്കാനോ ഒരു പ്രത്യേകിച്ച് ഒരു ഫാഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഫാഷനബിൾ ആവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന അതിനു വേണ്ടി യൂസ് ചെയ്തിരുന്ന തടികളാണ് ഈ പറഞ്ഞ പുന്ന, പാലി പോലത്തെ ഒക്കെ. ഈ പുന്നിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത് 90 ഫീറ്റ് നീളമുള്ള വളരെ ഉറച്ച നല്ല സ്ട്രെസ്സുള്ള ഒന്നാണ്. പുന്നിൻ്റെ മറ്റൊരു പ്രത്യേകത, പുന്ന ഒരു കാര്യമായിട്ട് യൂസ് ചെയ്യാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പായ് കപ്പൽ, ആ പായ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല നീളമുള്ളതാണല്ലോ, 90 ഫീറ്റ് അടിയുള്ളതായതുകൊണ്ട് അത് കൃത്യമായി നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു പുന്ന എന്ന് പറയുന്ന ഈ മരം. അപ്പം ആ പായ താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ ഇത്തരം സാധനങ്ങളൊക്കെ വിൽക്കാനും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ബയേഴ്സിന് കൃത്യമായിട്ട് യൂസുഫ് സക്കർ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ സെയിം സമയത്ത് തന്നെ. കാരണം അതുപോലെ തന്നെ യൂസുഫ് സക്കർ എന്ന് പറഞ്ഞ വെറും ഒരു കുവൈത്തി മനുഷ്യൻ മാത്രമായിരുന്നു എന്ന മലബാർ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ തന്നെ റാഷിദ് അൽ അസൂസി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള അബ്ദുൽ അൽ അസൂസി പോലത്തെ ഒരുപാട് അസൂസി ഫാമിലിയും അല്ലാത്ത ഫൈലക്കാവി, സുദേറാവിയെ പോലത്തെ മറ്റു കുവൈത്തി ഇവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ മലബാറിൽ ഇടയ്ക്ക് വന്നു പോവുകയും അവരൊക്കെ ഇത്തരം സാധനങ്ങൾ അവരുടെ കൂടെ കൊണ്ടുപോവുക ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സമയത്ത് അവർ ഈ പറഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യും, ബോംബെയിലേക്ക് എത്തിക്കുകയും അവിടുന്ന് കുവൈത്തിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു സാധനമാണ് ഈ വെറും തടികൾ മാത്രമായിരുന്നില്ല അന്ന് കോയർ റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചൂടിക്കയർ അല്ലെങ്കിൽ കയറ്. ഈ പറഞ്ഞ ഈ കപ്പലുകളൊക്കെ എന്ത് ചെയ്യണം, വളരെ ഉറപ്പോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കയറുവാണല്ലോ. സെയിം സമയത്ത് കയറും വളരെ അത്യാവശ്യമായിട്ടുള്ള നല്ല കച്ചവടം നടന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. അന്ന് ഇതേപോലെ തന്നെ 8ഓളം വ്യത്യസ്തമായിട്ടുള്ള കയറുകൾ അന്ന് ഉണ്ടായിരുന്നുള്ളതാണ്. യൂസുഫ് സക്കർ മൂപ്പര് ഒരു ലെറ്ററിൽ 8 വിഭാഗമായിട്ട് അതിനെ കയറുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡൽ എന്നൊക്കെ ഇവരുടെ ഈ പറഞ്ഞ
എന്താ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് യൂസുഫ് സക്കറിൻ്റെ ഒരു ലിസ്റ്റാണ്. അദ്ദേഹം എന്താ പറയുക, കുവൈത്തിലേക്ക് അദ്ദേഹം അയച്ചു കൊടുക്കുകയാണ്. കാലിക്കറ്റ് മലബാറിലുണ്ടായിരുന്ന അന്നത്തെ റേറ്റുകൾ വെച്ച് നോക്കിയിട്ട്. അപ്പോൾ ഇത് അവിടെ നോക്കിയാൽ മതി, ഇത് 1348 ഹിജറ ഇലൽ കുവൈത്ത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. നോക്കൂ ഇവിടെ ഫുൽഫുൽ അസ്വദ് നമ്ര അൽ കന്തി. കണ്ടി എന്ന് പറഞ്ഞാൽ ഒരു അന്നത്തെ ഒരു അളക്കുന്ന ഒരു വോളിയാണത്. ഓക്കെ, അത് എന്താ പറയുക സംസാരിക്കുക, അത് ഈ തടികൾ, ഈ മരത്തടികളൊക്കെ ഒരു കാര്യമായിട്ട് ചെയ്യാറ് റൗണ്ടായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പം റേഡിയസ് വെച്ചിട്ട് പോലെ അതിനെ കണക്കൂട്ടുക. അന്ന് കൃത്യമായിട്ടുള്ളൊരു മാത്തമാറ്റിക് സാധനം ഇല്ല. ഒരു പൊതുവെ പറയാറ് മാത്സ് എന്നുള്ളതൊക്കെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാധനമായിരുന്നു എന്നുള്ള. അപ്പോൾ അതിന് കാര്യം പറയാം, ഒരു പൊതുവെ ഒരു നോട്ട് ചെയ്യാറ് റേഡിയസ് 8 ആയിരിക്കും. അപ്പോൾ 8 × 8 ഈസിക്കൽ ടു എത്രയാണ് 64, 64 അല്ലേ. പിന്നെ 64 അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, അതിനെ പിന്നെ എന്താ 12 കൊണ്ട് ഗുണിക്കും. അങ്ങനെ അത് ടോട്ടൽ 576 എന്താ പറയുക ഡോളറോ റിയാലുമായിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് അത് 576 ഉണ്ടെങ്കിൽ ഇത് ടോട്ടൽ 700 സംതിങ് ഉണ്ടാവും. അപ്പോൾ 576 അതൊരു എന്താണ് ഖണ്ഡിയാണെന്നാണ് മലയാളത്തിൽ. ഖണ്ഡി എന്നാണ് പറയാറ്. അവരത് അറബിയിലേക്ക് നേരെ കന്തി എന്ന് എഴുതിയതാണ്. ഖണ്ഡി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ 576 എത്തിയാൽ അതൊരു ഖണ്ഡിയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തിന് ഖണ്ഡി ആൻഡ് സംതിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരം കണ്ടി, ഒരു കണ്ടിക്ക് എന്താണ് അന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 17 രൂപയാണ്, ഇന്ത്യൻ റുപ്യ. അപ്പം അങ്ങനെ ഓരോ കൃത്യമായിട്ടും ഇത് പിന്നെ വല്ല ഞാനവിടെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഈ ഒരു മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓരോ നാട്ടിലേക്ക് പോകുമ്പോൾ ആ നാട്ടിലേക്ക് വളരെ അവർ പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ കച്ചവടം നടത്തിയിട്ടുള്ള സാധനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. യൂസുഫ് സക്കറിൻ്റെ ഒരു സമയത്ത് അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽസ് ആയിരുന്നു അദ്ദേഹം കച്ചവടം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് റോൾ എന്ത് ചെയ്യണേ, നമ്മുടെ ഈ ഫുൽഫുലും പോലത്തെ സാധനങ്ങൾക്ക് ഇടം പിടിക്കുന്നത്. ഇതിൽ ഡ്രസ്സും ഒക്കെ ഓരോ കൃത്യമായിട്ടുള്ള രീതികളുണ്ട്. കണ്ടോ, മാംഗ്ലൂർ ആയിട്ടാണ് അത് നമ്പർ 2 പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയല്ലോ എന്താ പറയുക, ഇമ്പോർട്ടഡ് സാധനമാണ്, ഫോറിൻ സാധനമാണ്. അപ്പോൾ അതിനോട് ഒരു 100 രൂപ കൂട്ടി കൊടുക്കണ പോലെ തന്നെ മാംഗ്ലൂർ സാധനത്തിന് റേറ്റ് കുറവായിരിക്കും ചിലപ്പോൾ എന്ന പോലെ തന്നെ. അപ്പോൾ ഓരോ സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള രീതി, ഇതൊക്കെ ഓരോ അളവാണ്. മോറ, അതുപോലെ തന്നെ അലിഫ്, മഞ്ഞ്, കൗസറ, ഇതൊക്കെ അന്ന് മലബാറിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ കണക്കുകളാണ്. അപ്പം ഈ ഒരു രീതിയിലായിരുന്നു അവർ. ഞാൻ പറഞ്ഞല്ലോ, ഒരേ സാധനം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ യൂസുഫ് സക്കർ പറയുന്നുണ്ട്, ഈ കയർ തന്നെ 8ഓളം ഡിഫറെൻ്റ് ഐറ്റംസ് ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ തന്നെ അവർ പറയുന്നുണ്ട് 928 കയറുമായി ബന്ധപ്പെട്ട് അവർ പറയാറ് ഇസ്തിയമാല എന്ന് പറയും. നമ്പർ 1 എന്നുള്ള ഇസ്തിയമാല എന്നുള്ള കയർ ഇസ്തിയമാല എന്ന് പറയുമ്പോൾ അത് നമ്പർ 1 ആണ്. അത് ഒരു കാര്യമായിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമായിരിക്കും. പിന്നെ അത് കൊർജ എന്ന് ഷൗക്കത്ത് എന്ന് പറയും. നമ്പർ 3 തേർഡ് നമ്പർ ആയിട്ടുള്ള കയറിനാണ് ഷൗക്കത്ത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പട്ടാനി എന്നൊക്കെ വളരെ ചീപ്പസ്റ്റ് ആയ സാധനമാണ്. അതേപോലെ തന്നെ അന്നത്തെ ഈ പറഞ്ഞ മരത്തടികൾ കാര്യമായിട്ട് അവർ തൂക്കൽ എന്ന് പറയുന്നത് കൊർജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അളവ് വെച്ചിട്ടാണ്. കൊർജ എന്നാണ് ഒരു യൂസ് ചെയ്യാറ്, KORJ. അപ്പം ഇത് കൊർജ എന്ന് പറഞ്ഞാൽ 20 പീസ് നിറഞ്ഞിട്ടുള്ള 20 പീസുള്ള ബണ്ടിൽ ഓഫ് പാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ മരത്തടികൾ നിന്നിട്ടുള്ള സാധനം, അതിനൊരു കൊർജ എന്ന് പറയുന്നത്. അപ്പോൾ 20 ഇതൊരു കൊർജയാണ്. അപ്പോൾ അതിനൊരു അന്നത്തെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് ആയിരിക്കും അവിടെ കൊടുക്കുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടി എന്നുള്ളത് അത് വന്നല്ല 19ാം നൂറ്റാണ്ടിൽ കാര്യമായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ഒരു വോളിയാണ്. അന്ന് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് കാര്യമായിട്ട് ഈ കണ്ടി എന്നുള്ളതിനെ സൂചിപ്പിക്കാറ് 560 പൗണ്ടുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടി എന്ന് പറഞ്ഞാൽ 560 പൗണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ അത് അവർ അന്ന് മലബാറിലെ ഒരു കണ്ടി എന്ന് പറഞ്ഞാൽ 2 ഫീറ്റും 4 ഇഞ്ചുള്ള ഒരു സാധനമായിരിക്കും കണ്ടി എന്ന് പറഞ്ഞാൽ. അതൊരു 920 ഒരു സമയത്ത് ഈ ഇത്തരം സാധനങ്ങൾ കാര്യമായിട്ട് യൂസുഫ് സക്കർ എന്ത് ചെയ്തിരുന്നു, ഈ കണ്ടി അതുപോലെ തന്നെ പറഞ്ഞ സൊക്രാത്തൊക്കെ സാധനങ്ങളൊക്കെ അദ്ദേഹം കാര്യമായിട്ട് കുവൈത്തിലെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ടമ്പറും കോയർ പറഞ്ഞ ഈ കയറും ഇത് മാത്രമായിരുന്നില്ല കാര്യമായിട്ട് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെപ്പർ, ജിഞ്ചർ, സിന്നമൺ, കോഫി ഇതൊക്കെ
വളരെ അതുപോലെ തന്നെ ഒരുപാട് ഓയിൽ, നമ്മുടെ കോക്കനട്ട് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഓയിലൊക്കെ അവരിൽ നിന്ന് ഈ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ തിരിച്ച് കാലിക്കറ്റിലേക്ക് അവർ ഡേറ്റ്സ് കുവൈത്തിൽ നിന്നും നമ്പർ 1 ആയിട്ടുള്ള നമ്പർ 2 ആയിട്ടുള്ള ഡേറ്റ്സുകൾ അവർ എത്തിക്കുകയും അങ്ങനെ അവർ യൂസുഫ് സക്കറും ഈ അറബ്സൊക്കെ അന്നത്തെ മലബാറിലെ ഫോറസ്റ്റുകൾ ഒരു വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം 1924 നേരത്തെ പറഞ്ഞ ഈ ഹുസൈൻ ബിൻ റാഷിദ് അൽ അസൂസി മലബാറിലേക്ക് എത്തുന്നത്. അദ്ദേഹം അന്ന് കാലിക്കറ്റിലെത്തുകയും ഈ അസൂസി എന്നുള്ള ഫാമിലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവർ സ്ഥിരതാമസക്കാരല്ലെങ്കിലും ഓരോ വർഷം ഈ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ എന്ത് ചെയ്യും, കാലിക്കറ്റ് മലബാറിൽ വന്നു പോകുന്നുണ്ടാവും ഓരോ വർഷവും. അത് 910 മുതൽ ഓരോ വർഷവും എന്ന് പറഞ്ഞാൽ ഇവർ യൂസുഫ് സക്കർ പോയതിന് ശേഷവും ഇവർ സജീവമായിട്ട് ഇവിടെ കാലിക്കറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസക്കാരെ അവിടെ നിൽക്കണമെന്നില്ല, ആരെങ്കിലും ഒരാളായിട്ട് അവിടെ മലബാറിൽ വരികയും ഇവിടുന്ന് അവർക്ക് വേണ്ട ആ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ കൊണ്ടുപോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഇവർ നേരത്തെ പറഞ്ഞാൽ ഇവർ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന അന്നത്തെ മലബാർ താമറിൻസ് എന്നാണ് പറയാറ്, അല്ലെങ്കിൽ ഇന്ത്യൻ താമറിൻസ് എന്ന് പറയുന്ന ഈ പുളിയാണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവർ അത് കാര്യമായിട്ട് എടുത്തിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാംഗ്ലൂരിൽ നിന്നും കാലിക്കറ്റിൽ നിന്നാണ്. മാംഗ്ലൂരിൽ നിന്ന് ഈ പറഞ്ഞ ഈ മഹ്മൂദ് ബിൻ മൊഹീദ്ദീൻ ആണ് അവരുടെ ഒരു ഏജൻ്റായിട്ടുണ്ടായിരുന്നത് ഈ അസൂസിയുടെ. പിന്നെ അത് 1922 പറഞ്ഞ തന്നെ മലബാർ റിബല്യൻ ഉണ്ടായ സമയത്താണ് അവർക്ക് എന്ത് ചെയ്തു, അവർ മറ്റേ ബസറയിൽ അന്നത്തെ ഇവരുടെ ഒരു ഫാമിലി മെമ്പറായിട്ടുള്ള അബ്ദുറഹ്മാൻ മത്രൂക്ക് എന്ന് പറയുന്ന മറ്റൊരു കുവൈത്തി മെർച്ചൻ്റാണ്. അദ്ദേഹത്തിൻ്റെ അവർ ലെറ്റർ എഴുതുന്നുണ്ട്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എന്തില്ല ഈ കാലിക്കറ്റ് ബീച്ചിൽ നിന്നിട്ട് എന്തിട്ടില്ല സാധനങ്ങൾ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉള്ളേരിയകൾക്ക് പോകണമെന്ന് അവർ പാലക്കാടിലേക്ക് എത്തുകയും അവിടുന്ന് ഇവർ ഈ പറഞ്ഞ പുളിയും ഈ സാധനങ്ങളൊക്കെ അവർ ശേഖരിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അവർ പിന്നെ പറയണ്ടേ ഇവിടെ മദ്രാസിൽ നിന്ന് ജനങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, നല്ല ഹൈ പ്രൈസാണ് അവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്, പക്ഷെ ഇവരുടെ പ്രൈസ് നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പരമാവധി ഉൾപ്രദേശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇത്തരം റിബല്യൻ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവർ കാര്യമായിട്ട് ഉൾപ്രദേശങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്നുള്ളൂ. അതുവരെ അവർ ബീച്ച് കാലിക്കറ്റ് ബീച്ച് ഈ പോർട്ട് സിറ്റിയിൽ നിന്നിട്ടാണ് അവർ ഇത്തരം ഇടപാടുകൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ കാര്യമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഡയറക്റ്റായിട്ടായിരുന്നില്ല ബന്ധപ്പെട്ടിരുന്നത്. ഇവർ ഇത്തരം പറഞ്ഞ ഈ ഏജന്റുകൾ മുഹമ്മദ് മൊഹീദ്ദീനെ പോലത്തെ, അഹമ്മദ് അബ്ദുൽ ഖാദറിനെ പോലത്തെ, ഹാജി കുഞ്ഞ് അഹമ്മദിനെ പോലത്തെ അന്നത്തെ മലബാറിലുണ്ടായിരുന്ന അന്നത്തെ ഈ പറഞ്ഞ ബ്രോക്കർ അല്ലെങ്കിൽ ഏജന്റുമാരെ വെച്ചിട്ടായിരുന്നു അവർ ഇത്തരം കച്ചവടങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഓരോ ദിവസവും ഇവരുടെ റേറ്റ് എത്രയാണ്, ഈ ഓരോ ദിവസവും ഈ പറഞ്ഞ സാധനത്തിൻ്റെ റേറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അവരുടെ ആവശ്യകത അനുസരിച്ച് അവരെന്ത് ചെയ്യുമായിരുന്നു, കുവൈത്തിലേക്ക് എത്തിക്കാനുള്ള സാധനങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പം ഇവിടെ നോക്കിയാൽ മതി, ഇതൊക്കെ അബ്ദുൽ ഖാദർ അദ്ദേഹം എഴുതിയ സാധനമാണ്. ബയാനു തഅയീനിൽ മുർസൽ മിൻ ബന്ദർ കാലിക്കൂത്ത്. അപ്പോൾ അവർ കാര്യമായിട്ട് പോർട്ടിൽ നിന്ന് ബന്ദർ കാലിക്കൂത്ത് എന്നാണ് കാര്യമായിട്ട് അവരുടെ ഇത്തരം ലെറ്ററുകളൊക്കെ ഒരു സൂചിപ്പിക്കാറ്. അപ്പം വളരെ കൃത്യമായിട്ട് ഓരോ സമയത്തും ഓരോ ദിവസവും അന്ന് പറയണ്ടേ ബോംബെയിൽ ഈ പറഞ്ഞ സുധേറാവും ഫൈലക്കാവും ഒക്കെ ബോംബെ ഈ പറഞ്ഞ പോർട്ട് സിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് കച്ചവടം കിട്ടുന്നില്ല. അപ്പോൾ അവർ എവിടെയെങ്കിലൊക്കെ ഒരു ഷോപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളവർക്ക് അവർ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഓരോ കടകളിലും എന്ത് ചെയ്തിരിക്കുകയാണ്, ഓരോ അന്നത്തെ പ്രൈസ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിക്കാണ് ഓരോ കടകളിലൊക്കെ. അപ്പം അത് നോക്കിയിട്ട് അവർ മനസ്സിലാക്കുകയാണ് ഇത് എന്താണെന്നുള്ളതൊക്കെ. അപ്പം അന്ന് ഈ പറഞ്ഞാൽ അന്നത്തെ ഇന്ത്യൻ ഭാഷകളെ എഴുതിയത് അവരെന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റർമാരെ വെക്കുകയും അവർ മുഖേന അവർ മനസ്സിലാക്കുകയും അങ്ങനെയാണ് അവർ കച്ചവടം നടത്തിയിരുന്നത്. ഈവൻ ഏതോ ഒരു പുസ്തകത്തിൽ പറയണ്ടേ, ഒരു ബോംബെയിലുള്ള അവിടുത്തെ ഒരു മെർച്ചൻ്റ് അദ്ദേഹത്തിന് കച്ചവടം കുറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോള് വാങ്ങുകയും അവിടെ ആദ്യം ചെറിയ ചെറിയ ഡേറ്റ്സ് വിൽക്കുകയും അത് കുറഞ്ഞ വിലക്ക് വെക്കുകയും അതിന് കൂടുതൽ ഡിമാൻഡ് വന്ന സമയത്ത് അതിന് പ്രൈസ് കൂട്ടുകയും പിന്നീട് അവിടെ ലംബറും ഈ മലബാറിൽ നിന്നുള്ള ടിമ്പർ ലംബർ കൊണ്ടുവന്ന് അദ്ദേഹം കൂടുതൽ കച്ചവടം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ജനങ്ങളിലേക്ക് കൂടുതൽ വൈകിട്ടാണ് അവരെന്ത് ചെയ്യേണ്ടത്, ഇത്തരം കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം, ഇതിപ്പം അദ്ദേഹം ഈ ഫഹദ് ബിഷാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇത്തരം ഈ ലെറ്ററുകളൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നത്, എങ്ങനെയാണ് ഇവർ മലബാറിലൂടെ അവർ ഈ കച്ചവടം നടത്തുന്നതും ഇത് വളരെ ഒരു ജനങ്ങളുമായിട്ട് ഇടപെടുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്
അദ്ദേഹം പുസ്തകത്തിൽ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഓക്കെ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇത്തരം മാനസ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ട്, ഇതിപ്പോൾ നമ്മളെ മുമ്പിലുണ്ട്, ഇനി നമ്മളെന്താ ചെയ്യേണ്ടി എന്നുള്ളൊരു വിഷയം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ലെറ്റർ എഴുതിയാണ് ഇവരൊക്കെ അന്നത്തെ കാലത്ത് ഈ മുതക്കറാത്തൊക്കെ എഴുതിയതിപ്പം ശേഷം ഇപ്പം നമ്മളെ പറ്റി ആരെങ്കിലൊക്കെ എഴുതണം, വായിക്കണം, പുസ്തകം എഴുതണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം എന്നില്ലല്ലോ. പക്ഷെ ഇവർ എന്തുകൊണ്ട് എഴുതി? ഇവർ എഴുതിയത് അന്നത്തെ ഇവരുടെ ഈ സാധനം ഇവർ സൂക്ഷിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു ചോദ്യമാണ് അത്. എത്ര വാല്യൂ ആണെന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഓക്കെ ഈ മാസ്കറ്റ് ഉണ്ട്, ഇത് നമുക്കെന്താ ഉപകാരം? നമ്മളൊരു ഇന്ത്യൻ ഓഷ്യൻ റിസർച്ചർ നിലയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു സിവിലൈസേഷൻ സ്റ്റുഡൻസ് ആണല്ലോ, അപ്പം അവർ നിലയ്ക്ക് നമുക്കിത് എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദ്യമാണ്. ഒരു ഡിസ്കഷന് വേണ്ടി ഞാൻ ഇടുകയാണ്. അതായത് എങ്ങനെ നമുക്കിത് ഉപകരിക്കാൻ പറ്റും? കാരണം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാനസ്ക്രിപ്റ്റ് നമ്മൾ കിട്ടിയാൽ നമ്മളതെങ്ങനെ ഒരു റിസർച്ച് ഏരിയയിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓരോ പുസ്തകത്തിനും ചാപ്റ്റർ കഴിയുന്ന സമയത്ത് അടുത്തൊരു ഒരു ചെറിയൊരു ഹെഡിങ് പോലെ വെച്ചിട്ട് ആ ചാപ്റ്ററിൽ അദ്ദേഹം ഒരു ലെറ്റർ ഫോക്കസ് ചെയ്തിട്ട് ഏതുണ്ട് ഈ പറഞ്ഞ പോലെ കണ്ടി എന്നുള്ള സാധനമൊക്കെ അവർ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നതെന്നും അവർ അതിൻ്റെ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് പറയുന്നത്. ഇതൊക്കെ ലെറ്ററിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ അവരുടെ ലെറ്ററിൽ മാത്രമേ സാധാ ലെറ്റർ ചെയ്തതിനെ പോലെ സംസാരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത്ര മാനസ്ക്രിപ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെ റിസർച്ച് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. Thank you.